ചാപ്റ്ററിൽ നമുക്ക് എന്തൊക്കെയാ പഠിക്കാനുള്ളത്? ഫസ്റ്റ് വൺ നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് എന്താണ് ഗ്യാപ്പ് എന്ന് പഠിക്കാനുണ്ട്. ഗ്യാപ്പ് എന്താന്ന് പഠിക്കാനുണ്ട്. ഗ്യാപ്പിന്റെ ഫുൾ ഫോം ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്നാണ്. അതിനുശേഷം ഈ ഗ്യാപ്പിലുള്ള ഒരുപാട് കോൺസെപ്റ്റുകളെ പറ്റി പഠിക്കാനുണ്ട്. ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്, ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്, മണി മെഷർമെന്റ് കോൺസെപ്റ്റ്, അക്കൗണ്ടിങ് പീരിയഡ് കോൺസെപ്റ്റ്, റവന്യൂ റിയലൈസേഷൻ കോൺസെപ്റ്റ്, full disclosure, historical cost or cost concept, materiality concept, dual aspect concept or duality concept, then matching concept, conservatism concept, consistency concept, timeliness, substance over legal form, practice in industry, verifiability or objectivity. ഇത്രയും കൺസെപ്റ്റുകളെ പറ്റി നമുക്ക് ഈ ഒരു യൂണിറ്റിൽ പഠിക്കാനുണ്ട്. ഈ ഒരു ചാപ്റ്ററിന്റെ നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ ആയ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്, കോൺസെപ്റ്റ് ആൻഡ് കൺവെൻഷൻസ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് ഗ്യാപ്പ് എന്താന്ന് പഠിക്കാനുണ്ട്. അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഗ്യാപ്പിനെ കുറിച്ച് പഠിച്ചു തുടങ്ങാം. എന്താണ് ഗ്യാപ്പ് നോക്കാം. ഗ്യാപ്പിന്റെ ഫുൾ ഫോം ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ എന്നാണ് ഗ്യാപ്പിന്റെ ഫുൾ ഫോം. ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ എന്നാണ് ഗ്യാപ്പിന്റെ ഫുൾ ഫോം. അക്കൗണ്ടിങ് ഹാസ് യൂണിവേഴ്സൽ ആപ്ലിക്കേഷൻ. അക്കൗണ്ടിങ്ങിന് യൂണിവേഴ്സൽ ആപ്ലിക്കേഷൻ ഉണ്ട് അല്ലെ. നമുക്കറിയാം ലോകത്ത് എല്ലായിടത്തും ഉപയോഗിക്കുന്ന ഒരു ലാംഗ്വേജ് ആണ് എന്ത്, അക്കൗണ്ടിങ്. ഇറ്റ് ഈസ് ദ ലാംഗ്വേജ് ഓഫ് ബിസിനസ് വിച്ച് ഇറ്റ് കമ്മ്യൂണിക്കേറ്റ്സ് ടു വേരിയസ് പാർട്ടീസ് ഹു ആർ ഇൻട്രസ്റ്റഡ് ഇൻ ഇറ്റ്. അക്കൗണ്ടിങ് ഒരു ലാംഗ്വേജ് ആണ്, നമുക്കറിയാം. അക്കൗണ്ടിങ് ഒരു ലാംഗ്വേജ് ആണ്. ഒരു ബിസിനസിന്റെ ഫിനാൻഷ്യൽ റിസൾട്ടും ഫിനാൻഷ്യൽ പൊസിഷനും ആർക്കൊക്കെയാണോ അറിയാൻ താല്പര്യമുള്ളത് അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ലാംഗ്വേജ് ആണ് അക്കൗണ്ടിങ് എന്ന് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ അക്കൗണ്ടിങ്ങിന്റെ മീനിങ് ഡിസ്കസ് ചെയ്തപ്പോൾ പഠിച്ചിരുന്നില്ലേ. നിങ്ങൾ അത് ഓർക്കുന്നുണ്ടാവും വിചാരിക്കുന്നു ഞാൻ. To make the language convey the same meaning to all people, accountants have agreed a number of concept and usage, traditions and custom. നമുക്കറിയാം അക്കൗണ്ടിങ് ഒരു ലാംഗ്വേജ് ആയതുകൊണ്ട് തന്നെ അക്കൗണ്ടിങ്ങിന് ഒരു യൂണിഫോമിറ്റി വേണം, ഒരു ഐക്യം വേണം. ലോകത്തെ എല്ലായിടത്തും ആളുകൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ എത്തിച്ചു കൊടുക്കണമെങ്കിൽ അക്കൗണ്ടിങ്ങിന് ഒരു യൂണിഫോമിറ്റി വേണം. ഫോർ എക്സാമ്പിൾ, ഇപ്പോ അസറ്റ് ഡെബിറ്റ് ചെയ്യുന്നതും ക്രെഡിറ്റ് ചെയ്യുന്നതും നമ്മുടെ ഇന്ത്യയിൽ എങ്ങനെയാണോ അതുപോലെ തന്നെ ആയിരിക്കണം അബ്രോഡിലും, വിദേശത്തും. അപ്പൊ നമ്മുടെ ഇവിടെ രാജ്യത്ത് എന്താണോ അസറ്റ് അതേ മീനിങ്ങിൽ തന്നെ ആയിരിക്കണം അബ്രോഡിലും. അപ്പോഴേ നമുക്ക് അക്കൗണ്ടിങ്ങിന് ഒരു യൂണിഫോമിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ, യൂണിഫോമിറ്റി കിട്ടുള്ളൂ. They serve as an explanation of current practices and guide for section of conventions or procedure where alternatives exist. They are also termed as generally accepted accounting principles. ഗ്യാപ്പിന്റെ ഫുൾ ഫോം നമ്മൾ പറഞ്ഞു. എന്താണ് ഗ്യാപ്പിന്റെ ഫുൾ ഫോം? ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്നാണ് എന്ത്, ഗ്യാപ്പിന്റെ ഫുൾ ഫോം. ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ. നമ്മൾ പറഞ്ഞു അക്കൗണ്ടിങ് ഒരു യൂണിവേഴ്സൽ ലാംഗ്വേജ് ആണ്, യൂണിവേഴ്സൽ ആപ്ലിക്കേഷൻ അക്കൗണ്ടിങ്ങിന് ഉണ്ട് അല്ലെ. ലോകത്തെ എല്ലായിടത്തും ഉപയോഗിക്കുന്ന ഒരു ലാംഗ്വേജ് ആണ്, ഭാഷയാണ് എന്ത്, അക്കൗണ്ടിങ്. അതുകൊണ്ട് തന്നെ അക്കൗണ്ടിങ്ങിന് ഒരു യൂണിഫോമിറ്റി, വി ഹാവ് ടു മെയിൻറ്റെയിൻ സം യൂണിഫോമിറ്റി. വി കെപ്റ്റ് യൂണിഫോമിറ്റി ഇൻ അക്കൗണ്ടിങ്. നമ്മൾ എന്ത് ചെയ്യണം, അക്കൗണ്ടിങ്ങിൽ ഒരു ഐക്യം വേണം, ഐക്യം കൊണ്ടു നടക്കണം. അപ്പോ എല്ലാവർക്കും ഒരേ രീതിയിൽ മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ട് അക്കൗണ്ടിങ്ങിൽ നമ്മൾ എന്ത് ചെയ്യണം, ചില തത്വങ്ങൾ ഫോളോ ചെയ്യേണ്ടതുണ്ട്, ചില പ്രിൻസിപ്പിൾസ്, ചില കോൺസെപ്റ്റ് നമ്മൾ അക്കൗണ്ടിങ്ങിന് യൂണിഫോമിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ അക്കൗണ്ടന്റുമാർ ഫോളോ ചെയ്യേണ്ടി വരുന്ന കുറച്ച് കോൺസെപ്റ്റുകളെയാണ്, പ്രിൻസിപ്പിളുകളെയാണ്, തത്വങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗ്യാപ്പ്, ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ക്ലിയർ ആയിട്ട് ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്നുമില്ല, സിമ്പിൾ ആണ്, ഇത്രയേ ഉള്ളൂ. അക്കൗണ്ടിങ് ഒരു യൂണിവേഴ്സൽ ലാംഗ്വേജ് ആണ്, ലോകത്തെല്ലായിടത്തും ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ആണ്. അതുകൊണ്ട് തന്നെ അക്കൗണ്ടിങ്ങിൽ എന്ത് വേണം, ഒരു യൂണിഫോമിറ്റി വേണം. ലോകത്തെല്ലായിടത്തും ഉപയോഗിക്കുന്നത്, അക്കൗണ്ടിങ് ഉപയോഗിക്കുന്നത് ഒരേപോലെ ആയിരിക്കണം. അതിന് അക്കൗണ്ടന്റുമാർ എന്ത് ചെയ്യണം, എല്ലാ അക്കൗണ്ടന്റുമാരും ചില പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ അക്കൗണ്ടിങ്ങിന് ഒരു യൂണിഫോമിറ്റി ലഭിക്കാൻ വേണ്ടിയിട്ട് അക്കൗണ്ടന്റുമാർ ഫോളോ ചെയ്യേണ്ട പ്രിൻസിപ്പിൾസുകളെയാണ്, തത്വങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗ്യാപ്പ് അഥവാ ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാറുണ്ട് ഗ്യാപ്പ് എന്താന്ന് പഠിച്ചതിന് ശേഷം ഈ ഗ്യാപ്പിലുള്ള പ്രിൻസിപ്പിൾസിനെ, കോൺസെപ്റ്റുകളെ പറ്റിയാണ് നമുക്ക് പിന്നീട് പഠിക്കാനുള്ളത്. ഈ ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഈ ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് തൊട്ട് വെരിഫയബിലിറ്റി ഓർ ഒബ്ജക്റ്റിവിറ്റി അതുവരെ ഈ ഒരു ഗ്യാപ്പിൽ വരുന്ന കോൺസെപ്റ്റുകളാണ്. അപ്പൊ ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് ഇതിൽ ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റിനെ പറ്റിയാണ്. എന്താണ് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്ന് നമുക്ക് നോക്കാം. എന്താണ് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്?
നമുക്ക് നോക്കാം. ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്. ദിസ് കോൺസെപ്റ്റ് ഈസ് ആൾസോ നോൺ as അക്കൗണ്ടിംഗ് എൻറ്റിറ്റി കൺസെപ്റ്റ് ഓർ സെപ്പറേറ്റ് എൻറ്റിറ്റി കൺസെപ്റ്റ്. ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റിനെ തന്നെ നമ്മൾ ആദ്യം ദിനം വിളിക്കുന്ന മറ്റു പേരുകൾ അറിയപ്പെടുന്നു. ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റിനെ തന്നെ നമ്മൾ അക്കൗണ്ടിംഗ് എൻറ്റിറ്റി കൺസെപ്റ്റ് എന്നും സെപ്പറേറ്റ് എൻറ്റിറ്റി കൺസെപ്റ്റ് എന്നും എൻറ്റിറ്റി കൺസെപ്റ്റ് എന്ന പേരിലൊക്കെ ഈ കൺസെപ്റ്റ് അറിയപ്പെടും. Entity concept state that business enterprise is separate identity apart from its owner. Entity concept states that business enterprise is a separate identity apart from its owner. അതായത് ബിസിനസ്സിൽ നിന്നും സെപ്പറേറ്റ് ആയിട്ടാണ് ബിസിനസ് ഓണർ നിൽക്കുന്നത്. അഥവാ ബിസിനസ്സിനെയും ബിസിനസിന്റെ ഓണറെയും സെപ്പറേറ്റ് ആയിട്ട് രണ്ടായി കാണണം എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ് ഇത് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്. ബിസിനസ്സിനെയും ബിസിനസിന്റെ ഓണറെയും സെപ്പറേറ്റ് ആയിട്ട് രണ്ടായി കാണണം എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ് ഇത് business entity concept. According to this concept, capital invested by the proprietor in the business is considered to be loan given by him to business and credited to his personal account as capital account. നമുക്കറിയാം ഓണർ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന കൊണ്ടുവരുന്ന പൈസനെ വിളിക്കുന്ന പേരാണ് എന്ത്? ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാപിറ്റൽ എന്ന് പറയുന്നത് ബിസിനസ്സിലേക്ക് ഓണർ കൊണ്ടുവരുന്ന ഇൻവെസ്റ്റ് ചെയ്യുന്ന ക്യാഷിനെയാണ് ഓർ അതർ അസെറ്റ്സ്, അതിന്റെ മണി വാല്യൂനെയാണ് നമ്മൾ എന്ത് പറയുക? ക്യാപിറ്റൽ എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതാണ് അല്ലെ, എന്താണ് ക്യാപിറ്റൽ എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ യൂണിറ്റിൽ പഠിച്ചതാണ്. അങ്ങനെ ബിസിനസ്സിലേക്ക് ഓണർ കൊണ്ടുവരുന്ന ക്യാപിറ്റൽ ബിസിനസ് എന്തായിട്ടാണ് കാണുന്നത്? ഒരു ലോൺ കിട്ടുന്ന പോലെ. ആരുടെ കയ്യിൽ നിന്ന്? പ്രൊപ്പറേറ്ററുടെ കയ്യിൽ നിന്ന്, ഓണറുടെ കയ്യിൽ നിന്ന് ഒരു ലോൺ കിട്ടുന്ന പോലെയാണ് ക്യാപിറ്റലിനെ കാണുന്നത്. ഈ ബിസിനസ് ക്ലോസ് ഡൗൺ ചെയ്യുന്ന സമയത്ത്, ബിസിനസ് വൈൻഡ് അപ്പ് ചെയ്യുന്ന സമയത്ത്, ബിസിനസ് അടച്ചുപൂട്ടുന്ന സമയത്ത് ഓണർ എന്ത് ചെയ്യണം? ബിസിനസ് എന്ത് ചെയ്യണം? ഓണർക്ക് തിരിച്ച് ക്യാപിറ്റൽ കൊടുക്കണം. അതുകൊണ്ട് തന്നെ ക്യാപിറ്റലിനെ ഒരു ലയബിലിറ്റി ആയിട്ടാണ് ബിസിനസ് കാണുന്നത്. ഇങ്ങനെ ബിസിനസിനെയും ബിസിനസിന്റെ ഓണറെയും രണ്ടായി കണ്ടതുകൊണ്ടല്ലേ ബിസിനസ് ഓണർക്ക് തിരിച്ച് ക്യാപിറ്റൽ കൊടുക്കേണ്ടി വരുന്നത്. അപ്പൊ ഇങ്ങനെ ക്യാപിറ്റലിനെ ലയബിലിറ്റി ആയിട്ട് കാണാനുള്ള കാരണവും ഏത് കൺസെപ്റ്റ് ആണ്? ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് ആണ്. അതുപോലെ തന്നെ ഓണറെ ബിസിനസ് ഒരു സൺട്രി ക്രെഡിറ്റർ ആയിട്ടാണ് കാണുന്നത്. ആരാ സൺട്രി ക്രെഡിറ്റർ? നമ്മൾ കഴിഞ്ഞ യൂണിറ്റിൽ പഠിച്ചതാണല്ലോ. ഒരു ബിസിനസ് ആർക്കൊക്കെയാണോ അങ്ങോട്ട് ക്യാഷ് കൊടുക്കാനുള്ളത് അവരെയാണ് നമ്മൾ എന്ത് പറയാ? സൺട്രി ക്രെഡിറ്റേഴ്സ് എന്ന് പറയാ. ക്യാപിറ്റൽ ആരാർക്ക് തിരിച്ചു കൊടുക്കാനുള്ളതാണ്? ബിസിനസ് ഓണർക്ക് തിരിച്ചു കൊടുക്കാനുള്ളതാണ്. അങ്ങനെ പറയുമ്പോൾ ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം ഓണർ ക്രെഡിറ്റർ ആണല്ലോ, സൺട്രി ക്രെഡിറ്റർ ആണല്ലോ. അതൊക്കെ ഏത് കൺസെപ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ്? ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ്. Then in case this concept is not followed, affairs of business will be mixed up with private affairs of proprietor and true picture of business will not be available. നമ്മൾ ഈ ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് ഫോളോ ചെയ്തിട്ടില്ലെങ്കിലുള്ള കുഴപ്പം എന്താ? ബിസിനസിനെയും ബിസിനസിന്റെ ഓണറെയും രണ്ടായി കണ്ടതുകൊണ്ടല്ലേ നമ്മൾ ബിസിനസിന്റെ ട്രാൻസാക്ഷൻസ് മാത്രം റെക്കോർഡ് ചെയ്യുകയും ബിസിനസിന്റെ ഓണറുടെ പ്രൊപ്പറേറ്ററുടെ പേഴ്സണൽ ട്രാൻസാക്ഷൻസ് നമ്മൾ ബുക്ക് ഓഫ് അക്കൗണ്ട്സിൽ, കണക്ക് പുസ്തകത്തിൽ രേഖപ്പെടുത്താതെ പോകുന്നതും ഈ ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് ഉണ്ടായതുകൊണ്ടാണ്. ഇനി ഈ ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇല്ലായിരുന്നുവെങ്കിലുള്ള കുഴപ്പം എന്താ? എന്താണ് കുഴപ്പം? ബിസിനസ് വിൽ ബി മിക്സ്ഡ് അപ്പ് വിത്ത് പ്രൈവറ്റ് അഫയേഴ്സ് ഓഫ് പ്രൊപ്പറേറ്റർ ആൻഡ് ട്രൂ പിക്ചർ ഓഫ് ബിസിനസ് വിൽ നോട്ട് ബി അവൈലബിൾ. എന്ന് പറഞ്ഞാൽ എന്താ? ബിസിനസിന്റെ ട്രാൻസാക്ഷൻ, ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വരുന്ന ഇടപാടുകൾ രേഖപ്പെടുത്തുന്ന സമയത്ത് അതിൽ നമ്മൾ ഓണറുടെ പേഴ്സണൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുകയും അങ്ങനെ നമുക്ക് ബിസിനസിന്റെ ഒരു ട്രൂ പിക്ചർ, കറക്റ്റ് നമ്മുടെ ബിസിനസ് ഇപ്പൊ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് ലഭ്യമാവാതെ വരികയും ചെയ്യും. അപ്പൊ അങ്ങനെ ബിസിനസിനെയും ബിസിനസിന്റെ ഓണറെയും രണ്ടായി കാണണം എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ് ഇത് ഈ ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്. അതുപോലെ തന്നെ ഓണർ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്ന ക്യാപിറ്റലിനെ ബിസിനസ് ഒരു ലയബിലിറ്റി ആയിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ ബിസിനസ് ഓണറെ ഒരു ക്രെഡിറ്റർ ആയിട്ടാണ്, സൺട്രി ക്രെഡിറ്റർ ആയിട്ടാണ് കാണുന്നത്. ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റിനെ തന്നെ നമ്മൾ അക്കൗണ്ടിംഗ് എൻറ്റിറ്റി കൺസെപ്റ്റ് എന്നും സെപ്പറേറ്റ് എൻറ്റിറ്റി കൺസെപ്റ്റ് എന്നും എൻറ്റിറ്റി കൺസെപ്റ്റ് എന്ന പേരിലൊക്കെ നമ്മൾ ഈ ഒരു കൺസെപ്റ്റിനെ അറിയപ്പെടും. ക്ലിയർ അല്ലേ? അപ്പൊ ഇപ്പൊ നമ്മൾ എന്ത് പഠിച്ചു? ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് എന്താന്ന് പഠിച്ചു അല്ലെ? അങ്ങനെ ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് എന്താന്ന് പഠിച്ചതിന് ശേഷം ഇനി നമുക്ക് എന്താ പഠിക്കാനുള്ളത്? ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളതാണ് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്. എന്താ നമുക്ക് നോക്കാം. According to this concept, it is assumed that business will last for a long time. ഈ ഒരു വേർഡാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. ഞാൻ അണ്ടർലൈൻ ചെയ്യുന്നുണ്ട്. ബിസിനസ് വിൽ ലാസ്റ്റ് ഫോർ എ ലോങ് ടൈം എന്ന് പറഞ്ഞാൽ എന്താ? ബിസിനസ് ദീർഘകാലത്തിനായിട്ടുള്ള ഒരു സംരംഭമായിട്ട് കാണുന്ന ഒരു കൺസെപ്റ്റ് ആണ് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്.
ബിസിനസ് ഇന്ന് തുടങ്ങി നാളെ അവസാനിക്കാനായിട്ടുള്ള ഒന്നല്ല അക്കൗണ്ടിങ്ങിൽ കാണുന്നത്. ബിസിനസ്സിനെ ലോങ് ടേമിനായിട്ടുള്ള ഒരു വെഞ്ചർ ആയിട്ടാണ് അക്കൗണ്ടിങ്ങിൽ കാണുന്നത് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആണ് എന്ത് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്. ബിസിനസ് ഇന്ന് തുടങ്ങി നാളെ അവസാനിക്കാനായിട്ടുള്ള ഒന്നായിട്ടല്ല അക്കൗണ്ടിങ്ങിൽ ബിസിനസിനെ കാണുന്നത്. ദീർഘകാലത്തിനായിട്ടുള്ള സംരംഭമായിട്ടാണ് അക്കൗണ്ടിങ്ങിൽ ബിസിനസിനെ കാണുന്നത്. There is no intention or necessity to liquidate the particular business venture in the immediate future. അതായത് നമ്മൾ എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, ബിസിനസ് തുടങ്ങിയിട്ട് അത് പെട്ടെന്ന് ലിക്വിഡേറ്റ് ചെയ്യാൻ, അത് നമ്മൾ പെട്ടെന്ന് ക്ലോസ് ചെയ്യാൻ, പെട്ടെന്ന് അടച്ചുപൂട്ടാനുള്ള ഒന്നായിട്ടല്ല നമ്മൾ ബിസിനസിനെ കാണുന്നത്. According to this assumption that fixed assets are recorded at their entire cost of asset and are depreciated in a systematic manner. ഈ ഒരു കൺസെപ്റ്റ് പ്രകാരമാണ് നമ്മൾ ഫിക്സഡ് അസറ്റ് നോക്കിയാൽ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതാണ് അല്ലേ ഫിക്സഡ് അസറ്റിനെ പറ്റി. എന്താ ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ? ഫിക്സഡ് അസറ്റ്സ് ആർ ദോസ് അസറ്റ് വിച്ച് ഈസ് യൂസ്ഡ് ഫോർ എ ലോങ് പീരിയഡ്. ദീർഘകാല ആവശ്യങ്ങൾക്കായി ലോങ് ടേമിനായി ബിസിനസ്സിൽ ഉപയോഗിക്കുന്ന അസറ്റുകളെയാണ് നമ്മൾ എന്ത് പറയാ? ഫിക്സഡ് അസറ്റ്സ് എന്ന് പറയാ. ലോങ് ടേമിനായി ബിസിനസ്സിൽ ഉപയോഗിക്കുന്ന അസറ്റുകളെയാണ് നമ്മൾ എന്ത് പറയാ? ഫിക്സഡ് അസറ്റ്സ് എന്ന് പറയാം. നമ്മൾ ഫിക്സഡ് അസറ്റ്സ് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിന്റെ ഏതിലാണ് റെക്കോർഡ് ചെയ്യുക? കോസ്റ്റ് പ്രൈസിലാണ്, കോസ്റ്റ് ഓഫ് അസറ്റ് അതിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുക. റെക്കോർഡ് അറ്റ് എൻറ്റയർ കോസ്റ്റ് ഓഫ് അസറ്റ്. അതായത് കോസ്റ്റ് ഓഫ് അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു അസറ്റ് നമ്മൾ എവിടെ നിന്നാണ് മേടിച്ചത് അവിടുന്ന് തൊട്ട് ആ അസറ്റ് നമ്മുടെ സ്ഥാപനത്തിലേക്ക് ഉപയോഗിക്കാനാകുന്നത് വരെ നമ്മൾ എത്ര രൂപ സ്പെൻഡ് ചെയ്തുവോ അതിനെയാണ് നമ്മൾ കോസ്റ്റ് ഓഫ് അസറ്റ് എന്ന് പറയാം. ആൻഡ് ആർ ഡിപ്രീഷിയേറ്റഡ് ഇൻ എ സിസ്റ്റമാറ്റിക് മാനർ. നമ്മൾ എന്ത് ചെയ്യും? അസറ്റുകൾക്കൊക്കെ എങ്ങനെ ഡിപ്രീസിയേഷൻ സംഭവിക്കും? തേയ്മാനം സംഭവിക്കും. ആ ഡിപ്രീസിയേഷൻ നമ്മൾ എന്ത് ചെയ്യും? അസറ്റിന്റെ വാല്യൂവിൽ നിന്ന് ഇങ്ങനെ കുറച്ച് വരും. If the principal is not allowed, the entire cost will be charged to profit and loss account. അതായത് ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ ലോങ് ടേമിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു അസറ്റ് ആണ്. ബിസിനസ് ലോങ് പീരിയഡിനായിട്ടുള്ള റൺ ചെയ്യുന്ന ഒരു സംരംഭമായിട്ട് കണ്ടതുകൊണ്ടല്ലേ ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്ന ഈവൻ ആ ആശയം പോലും ഉണ്ടായത്. ബിസിനസ് ഇന്ന് തുടങ്ങി നാളെ അവസാനിക്കാനായിട്ടുള്ള ക്ലോസ് ഡൗൺ ചെയ്യാനായിട്ടുള്ള ഒരു വെഞ്ചർ ആയിട്ടാണ് അക്കൗണ്ടിങ്ങിൽ ബിസിനസിനെ കണ്ടതെങ്കിൽ ഫിക്സഡ് അസറ്റ് ദീർഘകാല ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്ന അസറ്റ് ഉണ്ടാവുമോ? ഇല്ല. അപ്പൊ ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് പോലും ഉണ്ടായത് ഏത് കൺസെപ്റ്റിന്റെ അടിസ്ഥാനത്തിലാ? ഈ ഗോയിങ് കൺസേൺ കൺസെപ്റ്റിന്റെ അടിസ്ഥാനം. അപ്പൊ ഇങ്ങനെ നമ്മൾ ഈ ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് ഇല്ലായിരുന്നെങ്കിലുള്ള കുഴപ്പം എന്താ? നമ്മൾ ഈ 10 ലക്ഷം രൂപയുടെ മിഷനറി പോലുള്ള അസറ്റുകളൊക്കെ മേടിക്കുന്നത് അത് എവിടെ കാണിച്ചേനെ? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിച്ചേനെ, അതിനൊരു എക്സ്പെൻസ് ആയിട്ട് കണ്ടേനെ. ഇങ്ങനെ ബിസിനസ് ദീർഘകാലത്തിനേക്കുള്ള ലോങ് ടേമിനുള്ള ഒരു വെഞ്ചർ ആയിട്ട് കണ്ടതുകൊണ്ടാണ് ഈ മിഷനറി പോലുള്ള ഫിക്സഡ് അസറ്റ് ഒക്കെ മേടിക്കുമ്പോൾ അത് ലോങ് പീരിയഡിനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ട് അതിനെ എക്സ്പെൻസ് ആയി കാണാതെ അസറ്റ് ആയിട്ട് കാണുന്നത്. സോ അക്കോർഡിംഗ് ടു ദിസ് കൺസെപ്റ്റ് ഈസ് ഷോൺ ഇൻ ദ ബാലൻസ് ഷീറ്റ് അറ്റ് കോസ്റ്റ്ലെസ് ഡിപ്രീസിയേഷൻ. അതുകൊണ്ട് തന്നെ നമ്മൾ ബാലൻസ് ഷീറ്റ് എന്താണ്? കൊമേഴ്സ് പഠിക്കാത്ത ഒരാൾക്ക് ചിലപ്പോൾ ഇപ്പോൾ ബാലൻസ് ഷീറ്റ് എന്താണെന്ന് മനസ്സിലായിക്കൊള്ളുന്നില്ല. ബാലൻസ് ഷീറ്റ് ഒക്കെ നമ്മൾ 7th ചാപ്റ്ററിൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിക്കും. നമ്മൾ ബാലൻസ് ഷീറ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ബാലൻസ് ഷീറ്റിൽ കോസ്റ്റ് ലെസ് ഡിപ്രീസിയേഷൻ, ബാലൻസ് ഷീറ്റിൽ അസറ്റുകൾ കാണിക്കുമ്പോൾ അസറ്റിന്റെ വാല്യൂ നിന്ന് ഡിപ്രീസിയേഷൻ തേയ്മാനത്തിന്റെ തുക മൈനസ് ചെയ്തിട്ടാണ് നമ്മൾ ബാലൻസ് ഷീറ്റിൽ കാണിക്കുക. സിമിലർലി പ്രീപെയ്ഡ് എക്സ്പെൻസ്, നമ്മൾ മുൻകൂട്ടി കൊടുത്ത ചെലവുകളുടെ പൈസ, ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം, നമുക്ക് ഇൻകം കിട്ടാനുണ്ട് കിട്ടിയിട്ടില്ല, എക്സെട്ര ആർ ഷോൺ ഓൺ ദ ബേസ് ഓഫ് ദിസ് കൺസെപ്റ്റ്. ഈ പ്രീപെയ്ഡ് എക്സ്പെൻസ്, ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം ഇതൊക്കെ ഫ്യൂച്ചറുമായി റിലേറ്റഡ് ആണല്ലോ. അത്തരത്തിൽ ഉള്ള എക്സ്പെൻസും ഇൻകം ഒക്കെ കാണിക്കുന്നതും ഏത് കൺസെപ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ്? ഈ ഗോയിങ് കൺസേൺ കൺസെപ്റ്റിന്റെ അടിസ്ഥാനം. ചുരുക്കി പറഞ്ഞാൽ ഗോയിങ് കൺസേൺ കൺസെപ്റ്റിൽ എന്തേ പറയുന്നുള്ളൂ? ബിസിനസ് ഒരു ലോങ് ടൈമിനായിട്ടുള്ള വെഞ്ചർ ആയിട്ടാണ് അക്കൗണ്ടിങ്ങിൽ കാണുന്നത്. നമ്മൾ ബിസിനസ് ഇന്ന് തുടങ്ങി നാളെ ക്ലോസ് ഡൗൺ ചെയ്യാനുള്ള ഒരു വെഞ്ചർ ആയിട്ടല്ല അക്കൗണ്ടിങ്ങിൽ കാണുന്നത്. അതൊക്കെയാണ് ഈ ഗോയിങ് കൺസേൺ കൺസെപ്റ്റിൽ പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ ഇപ്പൊ നമ്മൾ ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് ആണ് പഠിച്ചത്. ഇനി നമുക്ക് എന്താ പഠിക്കാനുള്ളത്? മണി മെഷർമെന്റ് കൺസെപ്റ്റ്. എന്താണ് മണി മെഷർമെന്റ് കൺസെപ്റ്റ് നമുക്ക് നോക്കാം. എന്താണ് മണി മെഷർമെന്റ് കൺസെപ്റ്റിൽ പറയുന്നത്? ആസ് പെർ ദിസ് കോൺസെപ്റ്റ്, ട്രാൻസാക്ഷൻ ഇൻവോൾവിംഗ് മണി ഓർ മണീസ് വർത്ത് വിൽ ബി റെക്കോർഡഡ് ഇൻ ദിയർ ബുക്ക് ഓഫ് ദ ബിസിനസ്. നോൺ മോണിറ്ററി ട്രാൻസാക്ഷൻസ് ആർ നോട്ട് റെക്കോർഡഡ് ഇൻ ദി ബുക്ക്. എന്താ മണി മെഷർമെന്റ് കൺസെപ്റ്റിൽ പറയുന്നത്? ആസ് പെർ ദിസ് കോൺസെപ്റ്റ്, ട്രാൻസാക്ഷൻ ഇൻവോൾവിംഗ് money or money's worth recorded in the books of the business. എന്ന് പറഞ്ഞാൽ എന്താ? പണമോ അല്ലെങ്കിൽ പണത്തിന്റെ മൂല്യമുള്ള ഇടപാടുകൾ മാത്രമേ നമ്മൾ എന്ത് ചെയ്യേണ്ടതുള്ളൂ? അക്കൗണ്ടിങ്ങിൽ രേഖപ്പെടുത്തേണ്ടതുള്ളൂ.
Non-monetary transactions are not recorded. പണപരമല്ലാത്ത, ധനപരമല്ലാത്ത, സാമ്പത്തികപരമല്ലാത്ത നോൺ മോണിറ്ററി ട്രാൻസാക്ഷൻസ്, നോൺ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഒന്നും നമ്മൾ എന്ത് ചെയ്യാറില്ല, അക്കൗണ്ടിങ്ങിൽ രേഖപ്പെടുത്താറില്ല. അക്കൗണ്ടിങ്ങിൽ എന്ത് മാത്രമേ റെക്കോർഡ് ചെയ്യാറുള്ളൂ? ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് മാത്രമേ റെക്കോർഡ് ചെയ്യാറുള്ളൂ. അങ്ങനെ പണമോ അല്ലെങ്കിൽ പണത്തിന്റെ മൂല്യമുള്ള ഇടപാടുകൾ മാത്രമേ നമ്മൾ അക്കൗണ്ടിങ്ങിൽ രേഖപ്പെടുത്തേണ്ടതുള്ളൂ എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ് ഇത്, ഈ മണി മെഷർമെന്റ് കൺസെപ്റ്റ്. ഫോർ എക്സാമ്പിൾ, if a business has got a team of qualified, experienced, dedicated employees, it is definitely an asset to business, but since their value can't be monetarily expressed, they are not shown in the book of accounts. നമുക്ക് നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള, നല്ല എക്സ്പീരിയൻസ് ഉള്ള, നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ, ജോലി ചെയ്യുന്ന ആൾക്കാരെ നമ്മുടെ സ്ഥാപനത്തിലേക്ക് ലഭിച്ചു. നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് നമ്മുടെ സ്ഥാപനത്തിന് ഒരു അസറ്റ് തന്നെയാണ്, നമ്മുടെ സ്ഥാപനത്തിന്റെ ഒരു സ്വത്ത് തന്നെയാണ്. പക്ഷേ ഡെഡിക്കേഷൻ, ഈ ഹാർഡ് വർക്ക്, ഇതൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. വി കാൺട്ട് മെഷർ ഇൻ മോണിറ്ററി ടേംസ്. അത് നമുക്ക് പണത്തിന്റെ മൂല്യത്തിൽ പ്രകടിപ്പിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഇതൊന്നും നമ്മൾ എന്ത് ചെയ്യാറില്ല, നമ്മൾ ബിസിനസിന്റെ ബുക്ക് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യാറില്ല. നമ്മൾ എന്ത് മാത്രമേ റെക്കോർഡ് ചെയ്യുള്ളൂ? പണത്തിന്റെ മൂല്യത്തിൽ പ്രകടിപ്പിക്കാൻ പറ്റുന്ന, മോണിറ്ററി ടേംസിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ട്രാൻസാക്ഷൻസ് മാത്രമേ അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്യാറുള്ളൂ. അങ്ങനെ പണമോ പണത്തിന്റെ മൂല്യമുള്ള ഇടപാടുകൾ മാത്രമേ നമ്മൾ അക്കൗണ്ടിങ്ങിൽ രേഖപ്പെടുത്താറുള്ളൂ എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ് ഇത്, ഈ മണി മെഷർമെന്റ് കൺസെപ്റ്റ്. മറ്റൊരു ഉദാഹരണം പറഞ്ഞുതരാം. നമ്മൾ ഒരു 10 kg റോ മെറ്റീരിയൽസ് ഒരു 10,000 rupees കൊടുത്തിട്ട് മേടിച്ചു എന്ന് വിചാരിച്ചോളൂ. 10 kg റോ മെറ്റീരിയൽസ് ഒരു 10,000 rupees കൊടുത്ത് മേടിച്ചു. അപ്പൊ 10 kg 10 kilogram എന്ന് പറഞ്ഞിട്ടല്ല നമ്മൾ റെക്കോർഡ് ചെയ്യുക, അത് മോണിറ്ററി ടേംസ് അല്ല. 10,000 rupees 10,000 രൂപ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ആ റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്തത് റെക്കോർഡ് ചെയ്യുക. അപ്പൊ അങ്ങനെ പണമോ അല്ലെങ്കിൽ പണത്തിന്റെ മൂല്യമുള്ള ഇടപാടുകൾ മാത്രമേ, ട്രാൻസാക്ഷൻസ് മാത്രമേ അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്യുള്ളൂ. മോണിറ്ററി ടേംസിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത ഇടപാടുകളൊന്നും നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല, അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്യേണ്ടതില്ല എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ് ഇത്, ഈ മണി മെഷർമെന്റ് കൺസെപ്റ്റ്. ക്ലിയർ അല്ലേ മക്കളെ? മനസ്സിലാവുന്നില്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പോ മണി മെഷർമെന്റ് കൺസെപ്റ്റ് എന്താന്ന് പഠിച്ചതിന് ശേഷം പിന്നീട് നമുക്ക് പഠിക്കാനുള്ള കൺസെപ്റ്റ് എന്താണ്? അക്കൗണ്ടിങ് പീരിയഡ് കൺസെപ്റ്റ് ആണ്. നമുക്ക് എന്താ നോക്കാം, എന്താണ് അക്കൗണ്ടിങ് പീരിയഡ് കൺസെപ്റ്റ്? എന്താണ് അക്കൗണ്ടിങ് പീരിയഡ് കൺസെപ്റ്റ് പറയുന്നത്? The measurement of income and studying the financial position of a business after a long period will not be helpful in taking appropriate steps in or decision in right time. നമുക്കറിയാം, നമ്മൾ ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് പഠിച്ചതാണ് അല്ലേ? ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് പ്രകാരം ബിസിനസിന്റെ ഒരു ലോങ് ടേമിനായിട്ടുള്ള വെഞ്ചർ ആയിട്ടാണ് കാണുന്നത്. ദീർഘകാലത്തിനായിട്ടുള്ള സംരംഭമായിട്ടാണ്, ഒരുപാട് വർഷത്തിലേക്കുള്ള ഒരു വെഞ്ചർ ആയിട്ടാണ് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് പ്രകാരം ബിസിനസിനെ കാണുന്നത്. നിങ്ങൾ ഇങ്ങനെ ഒരു ഇത് വിചാരിച്ചോളൂ, 30 കൊല്ലത്തിനേക്കുള്ള ഒരു വെഞ്ചർ ആയിട്ടാണ് അക്കൗണ്ടിങ്ങിൽ ബിസിനസിനെ കാണുന്നതെങ്കിൽ 30 വർഷത്തിന് ശേഷം നമ്മുടെ ബിസിനസിന്റെ പ്രോഫിറ്റും നമ്മുടെ ബിസിനസിന്റെ ഫിനാൻഷ്യൽ പൊസിഷനും തിരിച്ചറിഞ്ഞാൽ പോരല്ലോ. അതാത് വർഷത്തെ അതാത് കാലയളവിലെ ബിസിനസിന്റെ ഫിനാൻഷ്യൽ റിസൾട്ടും ഫിനാൻഷ്യൽ പൊസിഷനും നമുക്ക് എന്ത് ചെയ്യണം, തിരിച്ചറിയണം. സോ അതിന് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? ഇറ്റ് ഈസ് therefore absolutely necessary that after a time interval businessman must stop and see how things are going on. അത് പിന്നെ അതൊന്ന് ശ്രദ്ധിച്ചോളൂ. ബിസിനസ്മാൻ മസ്റ്റ് സ്റ്റോപ്പ് ആൻഡ് സീ ഹൗ തിങ്സ് ആർ ഗോയിങ് ഓൺ. അങ്ങനെ ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് പ്രകാരം ബിസിനസിനെ ദീർഘകാലത്തിനേക്കുള്ള സംരംഭമായിട്ടാണ് കണ്ടത് എന്ന് നമ്മൾ പറഞ്ഞു. 30 വർഷത്തിനേക്കുള്ള സംരംഭമായിട്ടാണ് കൂട്ടിയതെങ്കിൽ 30 വർഷത്തിന് ശേഷം നമ്മുടെ ബിസിനസിന്റെ പ്രോഫിറ്റ് ലോസും നമ്മുടെ ബിസിനസിന്റെ ഫിനാൻഷ്യൽ പൊസിഷനും തിരിച്ചറിഞ്ഞാൽ പോരല്ലോ. നമുക്ക് റൈറ്റ് ഡിസിഷൻ റൈറ്റ് ടൈമിൽ എടുക്കാൻ നമുക്ക് അപ് ടു ഡേറ്റ് ആയിട്ടുള്ള അതാത് പീരിയഡിലെ നമ്മുടെ ബിസിനസിന്റെ ഫിനാൻഷ്യൽ റിസൾട്ടും ഫിനാൻഷ്യൽ പൊസിഷനും നമുക്ക് തിരിച്ചറിയണം. അപ്പൊ ഒരു കുറച്ച് കാലത്തിന് ശേഷം, ഒരു കുറച്ച് ടൈം കഴിഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്മാൻ മസ്റ്റ് സ്റ്റോപ്പ് ആൻഡ് സി. ബിസിനസ് നടത്തുന്ന ആൾക്ക്, ഓണർക്ക്, പ്രൊപ്പറേറ്റർക്ക് ഒന്ന് നിൽക്കണം, ഒന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കണം. എന്റെ ബിസിനസ് ഇപ്പൊ എങ്ങനെയാണ് പോകുന്നത്, കഴിഞ്ഞ ഒരു കുറച്ച് കാലയളവിൽ എന്റെ ബിസിനസ് ഇപ്പൊ എങ്ങനെ മുന്നോട്ട് പോകുന്നു, കഴിഞ്ഞ കുറച്ച് കാലയളവിൽ എന്റെ ബിസിനസിന് പ്രോഫിറ്റ് ഇപ്പൊ എങ്ങനെയാണ്. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഫോർ ദാറ്റ് റീസൺ ഇൻ അക്കൗണ്ടിങ് വി യൂസ് അക്കൗണ്ടിങ് പീരിയഡ് ഓർ ഫിനാൻഷ്യൽ ഇയർ. ഇങ്ങനെ അക്കൗണ്ടിങ്ങിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ടൈം ഇന്റർവെൽ വെച്ചിട്ടുണ്ട്, ഒരു ഇടവേള വെച്ചിട്ടുണ്ട്. ആ ഒരു ഇന്റർവെല്ലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അക്കൗണ്ടിങ് പീരിയഡ് അഥവാ ഫിനാൻഷ്യൽ ഇയർ. ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നാണ്? 1st ഏപ്രിലാണ്, ക്ലോസ് ചെയ്യുന്നത് 31st മാർച്ചിലാണ്. അപ്പൊ ഇങ്ങനെ അക്കൗണ്ടിങ് പീരിയഡ് കൺസെപ്റ്റിൽ എന്താ പറയുന്നത്? അക്കൗണ്ടിങ്ങിൽ ഒരു ബിസിനസിന്റെ ഫിനാൻഷ്യൽ റിസൾട്ടും ഫിനാൻഷ്യൽ പൊസിഷനും
തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് അക്കൗണ്ടിങ്ങിൽ ഒരു ഇന്റർവെൽ വെച്ചിട്ടുണ്ട്, ഒരു ഇടവേള വെച്ചിട്ടുണ്ട്, ഒരു നിശ്ചിത പീരീഡ് വെച്ചിട്ടുണ്ട്. ആ പീരീഡിനെ നമ്മൾ, ആ ഡ്യൂറേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? അക്കൗണ്ടിങ് ഇയർ അഥവാ ഫിനാൻഷ്യൽ ഇയർ. ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താണ്? 1 ഏപ്രിൽ, ക്ലോസ് ചെയ്യുന്നത് 31 മാർച്ചിൽ. അപ്പൊ ഫിനാൻഷ്യൽ ഇയറിനെ പറ്റിയാണ്, സാമ്പത്തിക വർഷത്തിനെ പറ്റിയാണ് ഈ അക്കൗണ്ടിങ് പീരിയഡ് എന്ന് പറയുന്ന കൺസെപ്റ്റിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ദെൻ അക്കൗണ്ടിങ് പീരിയഡ് കൺസെപ്റ്റ് എന്താന്ന് പഠിച്ചതിന് ശേഷം പിന്നീട് നമ്മൾ പഠിച്ചത് എന്താണ്? റവന്യൂ റിയലൈസേഷൻ കൺസെപ്റ്റിനെ പറ്റിയാണ് നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്തത് അല്ലെ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ളത് റവന്യൂ റിയലൈസേഷൻ കൺസെപ്റ്റ് ആണ്. എന്താ റവന്യൂ റിയലൈസേഷൻ കൺസെപ്റ്റിൽ പറയുന്നത് നമുക്ക് നോക്കാം. This concept deals with the point of time at which revenue is earned. The revenue is earned or recognized at the point of sale when the title of goods passes from the seller to buyer. ആ ഒരു സെന്റൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ടൈറ്റിൽ ഓഫ് ഗുഡ്സ് പാസസ് ഫ്രം സെല്ലർ ടു ബയ്യർ. അതായത് റവന്യൂ റിയലൈസേഷൻ കൺസെപ്റ്റിൽ എന്താ പറയുന്നത്? വരുമാനം കിട്ടിയതായി, റവന്യൂ കിട്ടിയതായി നമ്മൾ എപ്പോഴാണ് കണക്കാക്കേണ്ടത്? എപ്പോഴാണ് കണക്കാക്കേണ്ടത്? നമ്മുടെ ഗുഡ്സ് എപ്പോഴാണോ നമ്മൾ കസ്റ്റമർക്ക് ഡെലിവറി ചെയ്യുന്നത്, നമ്മുടെ ഉൽപ്പന്നം നമ്മൾ കസ്റ്റമറിലേക്ക് എപ്പോഴാണോ ഡെലിവറി ചെയ്യുന്നത്, പ്രൊഡക്റ്റ് എപ്പോഴാണോ, പ്രൊഡക്റ്റോ സർവീസോ കസ്റ്റമറിലേക്ക് നമ്മൾ എന്നാണോ ഡെലിവറി ചെയ്യുന്നത്, അന്നാണ് നമുക്ക് റവന്യൂ കിട്ടിയതായി നമ്മൾ കണക്കാക്കേണ്ടത്. ഇവിടെ ഒരു എക്സാമ്പിൾ ഉണ്ട്. ഈ എക്സാമ്പിൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് റവന്യൂ റിയലൈസേഷൻ കൺസെപ്റ്റ് എന്താന്ന് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായിക്കോളും. നമുക്ക് എക്സാമ്പിൾ എന്താ നോക്കാം. എക്സാമ്പിൾ, രാജു റണ്ണിങ് ഫർണിച്ചർ മാനുഫാക്ചറിങ് ബിസിനസ്. രാജു എന്ന് പറയുന്ന ആൾ എന്ത് ചെയ്യുന്നുണ്ട്? ഫർണിച്ചർ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു ബിസിനസ് റൺ ചെയ്യുന്ന ഒരു ആളാണ്. ഹി ഗെറ്റ് ആൻ ഓർഡർ ഫോർ 2 ടേബിൾ വർത്ത് ₹5,000 ഈച്ച് ഓൺ 12th May 2021. രാജു ഒരു ഫർണിച്ചർ ഡീലറാണ്, ഫർണിച്ചർ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കച്ചവടക്കാരനാണ്, ട്രേഡറാണ്. അദ്ദേഹത്തിന് എന്ത് കിട്ടി? 12th May 2021 2 ടേബിൾ നിർമ്മിക്കാനുള്ള ഓർഡർ. ഓരോ ടേബിളിന്റെ വില 5,000 ആണ്. അങ്ങനെ 2 ടേബിൾ നിർമ്മിക്കാനുള്ള ഓർഡർ രാജു എന്ന് പറയുന്ന ഈ ഒരു കച്ചവടക്കാരന് കിട്ടി. ആൻഡ് ഹി മെയ്ഡ് ദാറ്റ് 2 ടേബിൾ ഓൺ 15th May 2021. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു? ആ ഓർഡർ പ്രകാരമുള്ള ടേബിൾ എന്നാണ് പ്രൊഡ്യൂസ് ചെയ്തത്, എന്നാണ് മാനുഫാക്ചർ ചെയ്തത്? 15th May 2021. അദ്ദേഹത്തിന് ഓർഡർ കിട്ടിയത് എന്നാണ്? 12th May 2021. ആ ഓർഡർ പ്രകാരമുള്ള ടേബിൾ അദ്ദേഹം മാനുഫാക്ചർ ചെയ്തത് എന്നാണ്? 15th May 2021. ഓൺ 20th May 2021 he delivered that table to his customer. 20th May 2021 എന്ത് ചെയ്തു? രാജു എന്ന് പറയുന്ന ആ ഒരു ഫർണിച്ചർ ഡീലർ അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്ത 2 ടേബിൾ 20th May 2021 അദ്ദേഹത്തിന്റെ കസ്റ്റമർക്ക് ഡെലിവറി ചെയ്തു. He received the payment from his customer on 25th May 2021. അദ്ദേഹത്തിന് കസ്റ്റമറുടെ കയ്യിൽ നിന്ന് അദ്ദേഹത്തിന് ക്യാഷ് കിട്ടുന്ന എന്നാ? 25th May 2021. ക്വസ്റ്റ്യൻ ഇതാണ്, നമ്മളോട് ചോദിച്ചതാണ്, ഓൺ വിച്ച് ഡേറ്റ് രാജു വിൽ റെക്കോർഡ് ദിസ് ട്രാൻസാക്ഷൻ? എന്നാണ് നമ്മൾ രാജു കസ്റ്റമർക്ക് ആ 2 ടേബിൾ വിറ്റത് നമ്മൾ എന്നാ റെക്കോർഡ് ചെയ്യാം? റവന്യൂ റിയലൈസേഷൻ കൺസെപ്റ്റിനെ പറ്റി പഠിക്കാത്ത ഒരാള്, ഞാൻ പറഞ്ഞുതരാം, റവന്യൂ റിയലൈസേഷൻ കൺസെപ്റ്റിനെ പറ്റി പഠിക്കാത്ത ഒരാൾ ഉറപ്പായിട്ടും പറയാ. ഞാൻ ഡേറ്റ് ഒന്നുകൂടി പറഞ്ഞുതരാട്ടെ. നോക്കിയേ, രാജുവിന് ഫർണിച്ചർ നിർമ്മിക്കാനുള്ള ഓർഡർ കിട്ടിയത് 12th May 2021. ആ ഓർഡർ പ്രകാരമുള്ള ഫർണിച്ചർ അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്തത് 15th May 2021. അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആ 2 ടേബിള് രാജു കസ്റ്റമർക്ക് ഡെലിവറി ചെയ്യുന്നത് 20th May 2021. രാജുവിന് ക്യാഷ് കിട്ടുന്നത് 25th May 2021. അപ്പൊ ഇതിൽ ഏത് ഡേറ്റിനാണ്? 12th ഓർഡർ കിട്ടിയ, ഫർണിച്ചർ നിർമ്മിക്കാനുള്ള ഓർഡർ കിട്ടിയ, ടേബിൾ നിർമ്മിക്കാനുള്ള ഓർഡർ കിട്ടിയ 12th സെയിൽസ് എന്ന് പറഞ്ഞിട്ട്, വിൽപ്പന എന്ന് പറഞ്ഞിട്ട് റെക്കോർഡ് ചെയ്യുക? അതോ നമ്മൾ ആ ടേബിൾ മാനുഫാക്ചർ ചെയ്ത 15th നമ്മൾ സെയിൽസ് എന്ന് പറഞ്ഞിട്ട് റെക്കോർഡ് ചെയ്യുക? അതോ നമ്മൾ കസ്റ്റമർക്ക് ഡെലിവറി ചെയ്ത ഡേറ്റ് 20th നമ്മൾ ആ ടേബിൾ കസ്റ്റമർക്ക് ഡെലിവറി ചെയ്യുന്നത്, അന്നാണോ നമ്മൾ സെയിൽസ് എന്ന് പറഞ്ഞിട്ട് റെക്കോർഡ് ചെയ്യുക? അതോ നമുക്ക് ക്യാഷ് കിട്ടിയത്, കസ്റ്റമറുടെ കയ്യിൽ നിന്ന് ആ 2 ടേബിളിന്റെ ക്യാഷ് കിട്ടിയത് 25th അതോ അന്നാണോ സെയിൽസ്, വിൽപ്പന എന്ന് പറഞ്ഞിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യുക? ഈ കൺസെപ്റ്റിനെ പറ്റി പഠിക്കാത്ത ഒരാൾ ഉറപ്പായിട്ടും ഞാൻ പറഞ്ഞുതരാം 25th എന്ന് പറയും. കാരണം അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? എന്നാണോ ക്യാഷ് കിട്ടുന്നത് അന്നാണ് സെയിൽസ്, വിൽപ്പന. പക്ഷെ റവന്യൂ റിയലൈസേഷൻ കൺസെപ്റ്റ് പഠിച്ച ഒരാൾ ഒരിക്കലും 25th May 2021 സെയിൽസ്, വിൽപ്പന എന്ന് പറഞ്ഞിട്ട് റെക്കോർഡ് ചെയ്യുക എന്ന് പറയില്ല. കാരണം
എന്നാണോ കസ്റ്റമർക്ക് നമ്മൾ ഡെലിവറി ചെയ്യുന്നത്, ക്യാഷ് കിട്ടിയോ ഇല്ലയോ നമ്മൾ നോക്കണ്ട. നമ്മൾ ഗുഡ്സ് എന്നാണോ കസ്റ്റമർക്ക് ഡെലിവറി ചെയ്തത് അന്ന് നമുക്ക് എന്തായി കാണാം, നമുക്ക് വരുമാനം കിട്ടിയതായി, റവന്യൂ കിട്ടിയതായി, സെയിൽ നടന്നതായി നമ്മൾ കസ്റ്റമർക്ക് നമ്മുടെ ബുക്ക് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യാം. നമ്മൾ എന്താ സെയിൽ ചെയ്യുന്നത്, കസ്റ്റമർക്ക് എന്താ ഡെലിവറി ചെയ്യുന്നത്, 20th May 2021 ഈ ഒരു ഡേറ്റിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കസ്റ്റമർക്ക് നമ്മൾ ആ ടേബിൾ ഡെലിവറി ചെയ്യുന്നത്. അപ്പൊ സെയിൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്നാ റെക്കോർഡ് ചെയ്യുക, ട്രാൻസാക്ഷൻ, ഈ ട്രാൻസാക്ഷൻ കസ്റ്റമറിലേക്ക് നമ്മൾ വിറ്റ ഈ ടേബിൾ വിറ്റ ട്രാൻസാക്ഷൻ നമ്മൾ എന്താ റെക്കോർഡ് ചെയ്യുക, 20th May 2021. കാരണം അന്നാണ് നമ്മൾ ടൈറ്റിൽ ഓഫ് ഗുഡ്സ് പാസസ് ഫ്രം സെല്ലർ ടു ബയർ, വിൽപ്പനക്കാരൻ വാങ്ങുന്ന സെല്ലർ ബയ്യറിലേക്ക് ആ ഗുഡ്സ് ഡെലിവറി ചെയ്തത് 20th May 2021. അപ്പൊ റവന്യൂ റിയലൈസേഷൻ കൺസെപ്റ്റിൽ എന്താ പറയുന്നത്, റവന്യൂ വരുമാനം കിട്ടിയതായി എന്നാണ് കണക്കാക്കേണ്ടത്, ക്യാഷ് കിട്ടുമ്പോഴാണോ, അല്ല, ഗുഡ്സ് ഡെലിവറി ചെയ്യുന്ന സമയത്ത്. ഗുഡ്സ് ഡെലിവറി ചെയ്യുന്ന സമയത്ത് ക്യാഷ് കിട്ടിയോ ഇല്ലയോ നോക്കണ്ട. എന്നാണോ നമ്മൾ ഗുഡ്സ് കസ്റ്റമറിലേക്ക് ഡെലിവറി ചെയ്യുന്നത് അന്ന് നമുക്ക് എന്ത് ചെയ്യാം, സെയിൽ നടന്നതായി, വിൽപ്പന നടന്നതായി ബുക്ക് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതാണ് റവന്യൂ റിയലൈസേഷൻ കൺസെപ്റ്റിൽ പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. ക്ലിയർ അല്ലേ? അപ്പൊ ഇപ്പൊ നമ്മൾ എന്ത് പഠിച്ചു, റവന്യൂ റിയലൈസേഷൻ കൺസെപ്റ്റിനെ പറ്റി പഠിച്ചു. അങ്ങനെ റവന്യൂ റിയലൈസേഷൻ കൺസെപ്റ്റിനെ പറ്റി പഠിച്ചു കഴിഞ്ഞാൽ ഇനി നമ്മൾ പഠിക്കേണ്ടത് എന്തിനെ പറ്റിയാണ്, ഫുൾ ഡിസ്ക്ലോഷർ എന്ന് പറയുന്ന കൺസെപ്റ്റ്. എന്താണ് ഫുൾ ഡിസ്ക്ലോഷർ കൺസെപ്റ്റ് നമുക്ക് നോക്കാം. എന്താ ഫുൾ ഡിസ്ക്ലോഷർ കൺസെപ്റ്റിൽ പറയുന്നത്? This concept demands that accounting statement should disclose all material facts for the benefit of users. The practice of giving explanatory statement appended to accounting statement, such as methods of valuation of stock, methods of charge and depreciation. Full disclosure, disclose ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്ത്, വെളിപ്പെടുത്തുക. ആർക്കൊക്കെയാണോ ബിസിനസിന്റെ സാമ്പത്തിക വിവരങ്ങൾ, ഫിനാൻഷ്യൽ റിസൾട്ടും ഫിനാൻഷ്യൽ പൊസിഷനും അറിയാൻ താല്പര്യമുള്ളത് അവർക്ക് മനസ്സിലാകുന്ന വിധത്തിൽ ബിസിനസിന്റെ ഫിനാൻഷ്യൽ റിസൾട്ടും ഫിനാൻഷ്യൽ പൊസിഷനും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് വഴി ഡിസ്ക്ലോസ് ചെയ്യുക എന്നതാണ് ഫുൾ ഡിസ്ക്ലോഷർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളും, എല്ലാ മെറ്റീരിയൽ ഫാക്റ്റും, ഒരു ബിസിനസിന്റെ എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളും ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ എന്ത് ചെയ്യണം, ഉൾപ്പെടുത്തണം. എന്നിട്ട് ഒരു ബിസിനസിന്റെ സാമ്പത്തിക വിവരം, ഫിനാൻഷ്യൽ റിസൾട്ടും ഫിനാൻഷ്യൽ പൊസിഷനും ആർക്കൊക്കെയാണോ അറിയാൻ താല്പര്യമുള്ളത്, ആർക്കൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ, ആർക്കൊക്കെ, ഇന്റേണൽ യൂസേഴ്സിനും എക്സ്റ്റേണൽ യൂസേഴ്സിനും, ഇവർക്കൊക്കെ മനസ്സിലാകുന്ന വിധത്തിൽ ഒരു ബിസിനസിന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഡിസ്ക്ലോസ് ചെയ്യണം. അതുപോലെ മെത്തേഡ് ഓഫ് ചാർജ് ഡിപ്രീസിയേഷൻ, ഡിപ്രീസിയേഷൻ കണ്ടെത്താനുള്ള, നമ്മുടെ ഫിക്സഡ് അസറ്റുകൾക്ക് എത്രത്തോളം തേയ്മാനം സംഭവിച്ചു അത് കണ്ടെത്താൻ നമ്മൾ ഏത് മെത്തേഡാണ് അപ്ലൈ ചെയ്തത്, സ്റ്റോക്ക് വാല്യൂ ചെയ്യാനായി നമ്മൾ ഏത് മെത്തേഡാണ് ഉപയോഗിച്ചത്, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, എക്സ്പ്ലനേറ്ററി നോട്ടായിട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ ഒക്കെ തൊട്ട് താഴെയായിട്ട് ഒരു എക്സ്ട്രാ നോട്ടായിട്ട് നമ്മൾ കൊടുക്കണം. അപ്പൊ ആർക്കൊക്കെയാണോ ബിസിനസിന്റെ ഫിനാൻഷ്യൽ റിസൾട്ടും ഫിനാൻഷ്യൽ പൊസിഷനും അറിയാൻ താല്പര്യമുള്ളത് അവർക്ക് മനസ്സിലാകുന്ന വിധത്തിൽ ബിസിനസിന്റെ ഫിനാൻഷ്യൽ റിസൾട്ടും ഫിനാൻഷ്യൽ പൊസിഷനും ഡിസ്ക്ലോസ് ചെയ്യുക, വെളിപ്പെടുത്തി കൊടുക്കുക എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ് ഇത് ഫുൾ ഡിസ്ക്ലോഷർ കോൺസെപ്റ്റ്. ക്ലിയർ അല്ലേ? ദെൻ അപ്പോ ഫുൾ ഡിസ്ക്ലോഷർ കോൺസെപ്റ്റ് എന്താ നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് ഫുൾ ഡിസ്ക്ലോഷർ കൺസെപ്റ്റ് പഠിച്ചതിന് ശേഷം പിന്നീട് പഠിക്കാനുള്ള കൺസെപ്റ്റ് ആണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ഓർ കോസ്റ്റ് കൺസെപ്റ്റ്. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ഓർ കോസ്റ്റ് കൺസെപ്റ്റ് എന്താ നമുക്ക് നോക്കാം. എന്താ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് അഥവാ കോസ്റ്റ് കൺസെപ്റ്റിൽ പറയുന്നത്? ദിസ് പ്രിൻസിപ്പിൾ റിക്വയർസ് ദാറ്റ് ആൾ ട്രാൻസാക്ഷൻ ഷുഡ് ബി റെക്കോർഡഡ് അറ്റ് their acquisition cost. The cost of acquisition is the cost of purchase of asset and include expense incurred in bringing them to intended location and making them ready for use. എന്താ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് അഥവാ കോസ്റ്റ് കൺസെപ്റ്റിൽ പറയുന്നത്? നമ്മുടെ ഒരു അസറ്റ് എപ്പോഴും ബുക്ക് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യേണ്ടത് അതിന്റെ അക്വിസിഷൻ കോസ്റ്റിലാണ്. അഥവാ അക്വിസിഷൻ കോസ്റ്റിനെ തന്നെ നമ്മൾ ഒറിജിനൽ കോസ്റ്റ് എന്ന പേരിലും അറിയപ്പെടും. അപ്പൊ എപ്പോഴും നമ്മളൊരു അസറ്റ് മേടിച്ചു കഴിഞ്ഞാൽ ആ അസറ്റ് ബുക്ക് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യേണ്ടത് അക്വിസിഷൻ കോസ്റ്റിലാണ്. Cost of acquisition is the cost of purchase of asset and include the expense incurred bring them intended location and making them ready for use. എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഓഫ് പർച്ചേസ് എന്ന് പറഞ്ഞാൽ പർച്ചേസ് പ്രൈസ്. ഒരു അസറ്റ് നമ്മൾ എവിടെ നിന്നാണോ മേടിച്ചത് ആ ഒരു ഫേമിലേക്ക് നമ്മൾ ആ അസറ്റിന് കൊടുക്കേണ്ടതായിട്ട് വരുന്ന പ്രൈസിനെയാണ് നമ്മൾ പർച്ചേസ് പ്രൈസ് എന്ന് പറയാം. Then expense incurred in bringing them to intended location എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടുന്നാണ് അസറ്റ് മേടിച്ചത് ആ അസറ്റ് നമ്മുടെ ഫേമിലേക്ക് എത്തിക്കാനുണ്ടാകുന്ന ട്രാൻസ്പോർട്ടേഷൻ ചാർജ്, അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് മേക്കിംഗ് ദം റെഡി ഫോർ യൂസ്, അതായത്
ആ ഒരു അസറ്റ് നമ്മുടെ സ്ഥാപനത്തിലേക്ക് എത്തിച്ച് ആ അസറ്റ് നമ്മൾക്ക് ഉപയോഗിക്കാൻ ആക്കുന്നതിനായി നമ്മൾ സ്പെൻഡ് ചെയ്ത എമൗണ്ട്, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഇൻസ്റ്റലേഷൻ ചാർജ് എന്നാണ്, ഇൻസ്റ്റലേഷൻ കോസ്റ്റ്. അപ്പോൾ ഒരു അസറ്റിന്റെ അക്വിസിഷൻ കോസ്റ്റ് അഥവാ ഒരു ഒറിജിനൽ കോസ്റ്റ് നമുക്ക് എങ്ങനെ കണ്ടെത്താൻ പറ്റുക? ഒറിജിനൽ കോസ്റ്റ് ഇസ് ഈക്വൽ ടു പർച്ചേസ് പ്രൈസ് പ്ലസ് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് പ്ലസ് ഇൻസ്റ്റലേഷൻ ചാർജ്. അതായത് ഒരു അസറ്റിന്റെ ഒറിജിനൽ കോസ്റ്റ് നമുക്ക് എങ്ങനെ കണ്ടെത്താൻ പറ്റുക? ഒറിജിനൽ കോസ്റ്റ് ഇസ് ഈക്വൽ ടു പർച്ചേസ് പ്രൈസ്. പർച്ചേസ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു അസറ്റ് നമ്മൾ എവിടെ നിന്നാണോ മേടിച്ചത് ആ സ്ഥാപനത്തിൽ നമ്മൾ ആ അസറ്റ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് കൊടുക്കേണ്ടി വരുന്ന വില, അതാണ് പർച്ചേസ് പ്രൈസ്. ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അഥവാ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് എന്ന് പറഞ്ഞാൽ എന്താ? ആ അസറ്റ് നമ്മൾ ഏത് സ്ഥാപനത്തിൽ നിന്നാണ് മേടിച്ചത് അവിടുന്ന് തൊട്ട് നമ്മുടെ സ്ഥാപനത്തിലേക്ക് എത്തിക്കാനുണ്ടാകുന്ന ട്രാൻസ്പോർട്ടേഷൻ ചാർജ്. ദെൻ ഇൻസ്റ്റലേഷൻ ചാർജ്, ആ അസറ്റ് നമ്മുടെ ഫേമിൽ ഇൻസ്റ്റാൾ ചെയ്യാനായി നമ്മൾ സ്പെൻഡ് ചെയ്ത എമൗണ്ട്. ഇവിടെ ഞാനൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, ആ എക്സാമ്പിൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലായിക്കോളൂ. ഇവിടെ എന്താ പറയുന്നത്? പർച്ചേസ്ഡ് എ മിഷനറി വർത്ത് rupees 5 lakh and rupees 5,000 paid for its transportation cost and rupees 10,000 spent for its installation charge. നമ്മൾ എന്ത് ചെയ്തു? ഒരു 5 lakh rupeesന്റെ 5 ലക്ഷം രൂപയുടെ മൂല്യമുള്ള ഒരു മിഷനറി പർച്ചേസ് ചെയ്തു. ഒരു മിഷനറി ആണ് നമ്മൾ മേടിച്ചത് അല്ലെ. 5,000 rupees നമ്മൾ എന്തിനു സ്പെൻഡ് ചെയ്തിട്ടുണ്ട്? ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്. അതായത് ആ ഒരു മിഷനറി നമ്മുടെ ഫേമിലേക്ക് എത്തിക്കാനായി നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് എത്ര കൊടുത്തിട്ടുണ്ട്? ഒരു 5,000 സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് rupees 10,000 സ്പെൻഡ് ഫോർ ഇറ്റ്സ് ഇൻസ്റ്റലേഷൻ. നമ്മൾ ആ ഒരു അസറ്റ് നമ്മുടെ ഫേമിലേക്ക് ആ മിഷനറി ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് നമ്മൾ എത്ര രൂപ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്? 10,000 എന്ന് സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കോൺസെപ്റ്റിനെ പറ്റി, ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് അഥവാ കോസ്റ്റ് കൺസെപ്റ്റിനെ പറ്റി അറിയാത്ത ഒരാള് ഉറപ്പായിട്ടും പറയാ മിഷനറി എന്ന് പറഞ്ഞിട്ട് നമ്മൾ എത്ര റെക്കോർഡ് ചെയ്യാന്ന് ചോദിക്കുമ്പോൾ ഉറപ്പായിട്ട് അദ്ദേഹം പറയും എത്ര? 5 lakh എന്നാണ് പറയാ. പക്ഷേ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കൺസെപ്റ്റ് പഠിച്ച് നിങ്ങൾ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. കാരണം ഒരു അസറ്റ് എപ്പോഴും നമ്മൾ റെക്കോർഡ് ചെയ്യുക അതിന്റെ അക്വിസിഷൻ കോസ്റ്റിലാണ് അഥവാ ഒറിജിനൽ കോസ്റ്റിലാണ്. ഈ ഒരു അസറ്റിന്റെ ഒറിജിനൽ കോസ്റ്റ് എങ്ങനെ നമ്മൾ കണ്ടെത്തുക? ഒറിജിനൽ കോസ്റ്റ് എങ്ങനെ കണ്ടെത്തും? ഇവിടെ പർച്ചേസ് പ്രൈസ് എത്രയാ? എത്ര രൂപ കൊടുത്തിട്ടാണ് നമ്മൾ മേടിച്ചത്? 5 lakh പ്ലസ് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് അഥവാ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എത്രയാണ്? 5,000 പ്ലസ് ഇൻസ്റ്റലേഷൻ ചാർജ് എത്രയാണ്? 10,000. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 5,15,000 എന്ന് കിട്ടും. 5,15,000. എങ്ങനെ നമുക്ക്? അപ്പൊ മിഷനറി എന്ന് പറഞ്ഞിട്ട് നമ്മൾ എത്ര റെക്കോർഡ് ചെയ്യുക? 5,50,000 ആണ്. ഈ 5,15,000 എങ്ങനെ കിട്ടി? പർച്ചേസ് പ്രൈസ് വാങ്ങാനായി ഞാൻ ചെലവ് ചെയ്തത് 5 lakh. ദെൻ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് 5,000. ദെൻ ഇൻസ്റ്റലേഷൻ ചാർജ് 10,000. ഇത് മൂന്നും കൂടി ആഡ് ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? 5,15,000. അപ്പൊ മിഷനറി എന്ന് പറഞ്ഞിട്ട് നമ്മൾ എത്ര റെക്കോർഡ് ചെയ്യുക? 5 lakh അല്ല, 5,05,000 അല്ല, 5,10,000 അല്ല, 5,15,000. എങ്ങനെയാ 5,15,000 കിട്ടിയത്? അത് അതിന്റെ ഒക്വിസിഷൻ കോസ്റ്റ് അഥവാ ഒറിജിനൽ കോസ്റ്റ് നമ്മൾ കണ്ടെത്തി. മിഷനറിന്റെ എങ്ങനെ കണ്ടെത്തിയത്? പർച്ചേസ് പ്രൈസ് 5 lakh പ്ലസ് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് 5,000 പ്ലസ് ഇൻസ്റ്റലേഷൻ ചാർജ് 10,000. അപ്പൊ നമുക്ക് 5,15,000 എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് അഥവാ കോസ്റ്റ് കൺസെപ്റ്റിൽ ഇത്രേ പറയുന്നുള്ളൂ. അസറ്റ് നമ്മൾ എപ്പോഴും അതിന്റെ അക്വിസിഷൻ കോസ്റ്റിലാണ് അഥവാ ഒറിജിനൽ കോസ്റ്റിലാണ് നമ്മൾ ബുക്ക് ഓഫ് അക്കൗണ്ട്സ് റെക്കോർഡ് ചെയ്യേണ്ടത് എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് അഥവാ കോസ്റ്റ് കൺസെപ്റ്റ്. ക്ലിയർ അല്ലേ? സോ അപ്പോൾ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കൺസെപ്റ്റിനെ പറ്റി പഠിച്ചു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള മറ്റു കൺസെപ്റ്റ് നോക്കാം. അടുത്തത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള മെറ്റീരിയാലിറ്റി കൺസെപ്റ്റ് ആണ്. എന്താണ് മെറ്റീരിയാലിറ്റി കൺസെപ്റ്റിൽ പറയുന്നത് നമുക്ക് നോക്കാം. എന്താ മെറ്റീരിയാലിറ്റി കൺസെപ്റ്റിൽ പറയുന്നത്? നോക്കിയേ. ദിസ് പ്രിൻസിപ്പിൾ സ്റ്റേറ്റ് ദാറ്റ് ഇമ്പോർട്ടൻസ് ഷുഡ് ബി അറ്റാച്ച്ഡ് ഓൺലി ടു മെറ്റീരിയൽ ഫാക്ട്, ഇഗ്നോറിംഗ് ഇൻസിഗ്നിഫിക്കന്റ് ഡീറ്റെയിൽസ്. എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ എന്ന് പറയുന്ന വാക്കിന് ഇംഗ്ലീഷിൽ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്ന ഒരു അർത്ഥം കൂടിയുണ്ട്, ഇമ്പോർട്ടന്റ് എന്ന് പറയുന്ന അർത്ഥം കൂടിയുണ്ട്. അപ്പൊ മെറ്റീരിയാലിറ്റി കൺസെപ്റ്റിൽ എന്താ പറയുന്നത്? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി? റെക്കോർഡ് ചെയ്താൽ മതി. ഇൻസിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള അപ്രസക്തമായ കാര്യങ്ങൾ, അൺഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി? അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്താൽ മതി എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ് മെറ്റീരിയാലിറ്റി. ഫോർ എക്സാമ്പിൾ, പൈസ കോളം ഈസ് നോട്ട് മെയിൻറ്റൈൻഡ് ഇൻ ദി ബുക്ക് ഓഫ് അക്കൗണ്ട്സ്. നമ്മൾ ജേർണലും ലെഡ്ജറൊക്കെ തയ്യാറാക്കാൻ പഠിക്കും. ഈ ജേർണലും ലെഡ്ജറൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് പൈസ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രത്യേക ഒരു കോളം ഇല്ല, എമൗണ്ട് കോളം മാത്രമേ ഉള്ളൂ. ഇപ്പൊ നമ്മളൊരു 100 രൂപ 50 പൈസ എന്ന് പറയുമ്പോൾ ആ 50 പൈസ റെക്കോർഡ് ചെയ്യാനായിട്ട് സെപ്പറേറ്റ് ഒരു കോളം
ജേർണലിലും ലെഡ്ജറിലും ഇല്ല. കാരണം അത് അത്ര ഇമ്പോർട്ടന്റ് അല്ല. അതുകൊണ്ടാണ് നമ്മൾ അത് സ്കിപ്പ് ചെയ്തത് ജേർണൽ ലെഡ്ജറൊക്കെ വരയ്ക്കുന്ന സമയത്ത്. അതുപോലെ തന്നെ നമ്മൾ പെന്ന് പെൻസിലൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ പെൻ അക്കൗണ്ട് പെൻസിൽ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള അക്കൗണ്ടിലേക്കല്ല നമ്മളിത് പോസ്റ്റ് ചെയ്യുക. പകരം പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി എന്ന് പറയുന്ന അക്കൗണ്ടിലേക്കാണ് പോസ്റ്റ് ചെയ്യുക. കാരണം പെന്ന് പെൻസിൽ എന്നൊക്കെ അക്കൗണ്ട്സ് ആയി കാണിക്കുന്ന സമയത്ത് അത് അക്കൗണ്ട്സിന്റെ മെറ്റീരിയാലിറ്റി കുറയ്ക്കും. അതുകൊണ്ടാണ് നമ്മൾ അത് പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി എന്ന് പറയുന്ന അക്കൗണ്ടിലേക്ക് പെന്നും പെൻസിലൊക്കെ മേടിച്ചാൽ കാണിക്കുക. അതൊക്കെ ഈ ഒരു മെറ്റീരിയാലിറ്റി കൺസെപ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ മെറ്റീരിയാലിറ്റി കൺസെപ്റ്റിൽ എന്താ പറയുന്നത്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം എന്ത് ചെയ്താൽ മതി, അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്താൽ മതി. ഇമ്പോർട്ടന്റ് അല്ലാത്ത കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല, റെക്കോർഡ് ചെയ്യേണ്ടതില്ല എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ് ഇത് മെറ്റീരിയാലിറ്റി കൺസെപ്റ്റ്. ദെൻ മെറ്റീരിയാലിറ്റി കൺസെപ്റ്റ് പഠിച്ചതിന് ശേഷം പിന്നീട് നമുക്ക് പഠിക്കാനുള്ളത് മറ്റൊരു കൺസെപ്റ്റ് ആണ്. ഏതാണിത് നോക്കാം. ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റ് അഥവാ ഡ്യുവാലിറ്റി കൺസെപ്റ്റ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ് ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റ് അഥവാ ഡ്യുവാലിറ്റി കൺസെപ്റ്റ്. നമുക്ക് നോക്കാം എന്താണ് ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റ് അഥവാ ഡ്യുവാലിറ്റി കൺസെപ്റ്റ് എന്താ നോക്കാം. എന്താ ഈ കൺസെപ്റ്റിൽ പറയുന്നത്? അക്കോർഡിംഗ് ടു ദിസ് കൺസെപ്റ്റ് എവറി ട്രാൻസാക്ഷൻ ഹാസ് ഡ്യുവൽ എഫക്ട്, ടു ആസ്പെക്ട്, റിസീവിംഗ് ആസ്പെക്ട് ആൻഡ് ഗിവിംഗ് ആസ്പെക്ട്. ഒരു കോയിന് രണ്ട് സൈഡ് ഉള്ളതുപോലെ, ഹെഡ് ആൻഡ് ടെയിൽ ഉള്ളതുപോലെ ബിസിനസ്സിൽ നടക്കുന്ന എല്ലാ ട്രാൻസാക്ഷൻസിനും ഇതേപോലെ തന്നെ രണ്ട് സൈഡ് ഉണ്ട്, രണ്ട് എഫക്റ്റ് ഉണ്ട്, റിസീവിംഗ് ആസ്പെക്റ്റും ഗിവിംഗ് ആസ്പെക്റ്റും. ബിസിനസ്സിൽ നടക്കുന്ന ഏതൊരു ട്രാൻസാക്ഷനും രണ്ട് ആസ്പെക്ട് ആണുള്ളത്, റിസീവിംഗ് ആസ്പെക്റ്റും ഗിവിംഗ് ആസ്പെക്റ്റും, കിട്ടുന്നതും കൊടുക്കുന്നതും. ഫോർ എക്സാമ്പിൾ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മളൊരു 50,000 റുപ്പീസ് കൊടുത്തിട്ട് ഒരു ഫർണിച്ചർ മേടിച്ചു. 50,000 റുപ്പീസ് കൊടുത്തിട്ട് നമ്മൾ ഒരു ഫർണിച്ചർ മേടിച്ചു. ഇതിൽ റിസീവിംഗ് ആസ്പെക്ട് എന്താ, നമുക്ക് കിട്ടുന്നത് എന്താ, 50,000 റുപ്പീസിന്റെ വാല്യൂ ഉള്ള ഫർണിച്ചർ. നമ്മൾ കൊടുക്കുന്നത് എന്താ, 50,000 റുപ്പീസ് ക്യാഷ് കൊടുത്തു. റിസീവിംഗ് ആസ്പെക്ട് ഫർണിച്ചറും ഗിവിംഗ് ആസ്പെക്ട് നമ്മൾ കൊടുക്കുന്നത് എന്താണ്, ക്യാഷുമാണ്. അങ്ങനെ ബിസിനസ്സിൽ നടക്കുന്ന ഏതൊരു ട്രാൻസാക്ഷനും എന്തുണ്ട്, രണ്ട് ആസ്പെക്ട് ആണുള്ളത്, റിസീവിംഗ് ആസ്പെക്റ്റും ഗിവിംഗ് ആസ്പെക്റ്റും. റിസീവിംഗ് ആസ്പെക്ട് ഈസ് നോൺ ആസ് ഡെബിറ്റ്. റിസീവിംഗ് ആസ്പെക്റ്റിന് കിട്ടുന്നതിനെ നമ്മൾ എന്ത് പറയും, ഡെബിറ്റ് എന്ന് പറയും. ആൻഡ് ഗിവിംഗ് ആസ്പെക്ട് ഈസ് നോൺ ആസ് ക്രെഡിറ്റ്. ആൻഡ് ഗിവിംഗ് ആസ്പെക്റ്റിന് നൽകുന്നതിനെ നമ്മൾ എന്ത് പറയും, ക്രെഡിറ്റ് എന്നും പറയും. റിസീവിംഗ് ആസ്പെക്റ്റിനെ നമ്മൾ എന്ത് പറയും, വളരെ ഇമ്പോർട്ടന്റ് ആണ്. റിസീവിംഗ് ആസ്പെക്റ്റിനെ നമ്മൾ ഡെബിറ്റ് എന്നും ഗിവിംഗ് ആസ്പെക്റ്റിനെ നമ്മൾ എന്ത് പറയും, ക്രെഡിറ്റ് എന്നും പറയും. അപ്പോ ഏതൊരു ട്രാൻസാക്ഷനും, അക്കൗണ്ടിങ്ങിൽ ഏതൊരു ട്രാൻസാക്ഷനും റെക്കോർഡ് ചെയ്യുന്ന സമയത്തും നമ്മൾ ഏതൊരു ട്രാൻസാക്ഷന്റെ റിസീവിംഗ് ആസ്പെക്റ്റും ഗിവിംഗ് ആസ്പെക്റ്റും റെക്കോർഡ് ചെയ്യും. ഡെബിറ്റ് ആസ്പെക്റ്റും ക്രെഡിറ്റ് ആസ്പെക്റ്റും നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടാണ് അക്കൗണ്ടിങ്ങിൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാറുള്ളത്. അപ്പോൾ ബിസിനസ്സിൽ നടക്കുന്ന ഏതൊരു ട്രാൻസാക്ഷനും രണ്ട് എഫക്റ്റ് ആണുള്ളത്, രണ്ട് ആസ്പെക്ട് ആണുള്ളത്, റിസീവിംഗ് ആസ്പെക്റ്റും ഗിവിംഗ് ആസ്പെക്റ്റും. റിസീവിംഗ് ആസ്പെക്റ്റിനെ കിട്ടുന്നതിനെ ഡെബിറ്റ് എന്ന് പറയും, കൊടുക്കുന്നതിനെ നമ്മൾ ക്രെഡിറ്റ് എന്ന് പറയും. നേരത്തെ എക്സാമ്പിൾ പ്രകാരം റിസീവിംഗ് ആസ്പെക്ട് ഫർണിച്ചർ ആയിരുന്നു, അതാണ് ഡെബിറ്റ്. ഗിവിംഗ് ആസ്പെക്ട് ക്യാഷ് ആയിരുന്നു, അതാണ് ക്രെഡിറ്റ്. ക്യാഷ് ആണ് ക്രെഡിറ്റ്. അക്കൗണ്ടിങ് ഇക്വേഷൻ ഡെവലപ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് ദിസ് കൺസെപ്റ്റ്. അക്കൗണ്ടിങ്ങിൽ ഒരു ഇക്വേഷൻ ഉണ്ട്, ആ ഇക്വേഷൻ ഡെവലപ്പ് ചെയ്തത് ഈ ഡ്യുവാലിറ്റി കൺസെപ്റ്റ് അഥവാ ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ്. എന്താ ഇക്വേഷൻസ്? അസെറ്റ് ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ പ്ലസ് ലാബിലിറ്റി. ഒരു ഫേമിന്റെ അസെറ്റ് എന്തിനോട് ഈക്വൽ ആയിരിക്കും, ആ ഫേമിന്റെ ക്യാപിറ്റലിനും ലാബിലിറ്റിക്കും ഈക്വൽ ആയിരിക്കും. ദെൻ ക്യാപിറ്റൽ ഇസ് ഈക്വൽ ടു അസെറ്റ് മൈനസ് ലാബിലിറ്റി. അസെറ്റിന് ലാബിലിറ്റി മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ക്യാപിറ്റൽ കിട്ടും. ദെൻ ലാബിലിറ്റി ഇസ് ഈക്വൽ ടു അസെറ്റ് മൈനസ് ക്യാപിറ്റൽ. അസെറ്റിന് ക്യാപിറ്റൽ കുറച്ചാൽ നമുക്ക് ലാബിലിറ്റി കിട്ടും. അസെറ്റ് മൈനസ് ക്യാപിറ്റൽ മൈനസ് ലാബിലിറ്റി ഇസ് ഈക്വൽ ടു സീറോ. അസെറ്റിന് ക്യാപിറ്റലും ലാബിലിറ്റി മൈനസ് ചെയ്താൽ നമുക്ക് സീറോ ആണ് കിട്ടുക. അപ്പോൾ ഇത്രയാണ് ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റിൽ അഥവാ ഡ്യുവാലിറ്റി കൺസെപ്റ്റിൽ പറയുന്നത്. ആ പേര് പോലെ തന്നെ ഡ്യുവൽ എഫക്ട്. ബിസിനസ്സിൽ ഏതൊരു ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാലും രണ്ട് ആസ്പെക്ട് റെക്കോർഡ് ചെയ്യണം. റിസീവിംഗ് ആസ്പെക്ട് അതിനെ ഡെബിറ്റ് എന്നും ഗിവിംഗ് ആസ്പെക്ട് അതിനെ ക്രെഡിറ്റ് എന്നും പറയും. ക്ലിയർ അല്ലേ? ഓക്കെ. ദെൻ ഡ്യുവൽ ആസ്പെക്ട് അഥവാ ഡ്യുവാലിറ്റി കൺസെപ്റ്റ് എന്താന്ന് പഠിച്ചതിന് ശേഷം പിന്നീട് നമുക്ക് പഠിക്കാനുള്ള എന്താണ്, മാച്ചിങ് കൺസെപ്റ്റ് ആണ്. എന്താണ് മാച്ചിങ് കൺസെപ്റ്റ് നമുക്ക് നോക്കാം. എന്താ മാച്ചിങ് കൺസെപ്റ്റിൽ പറയുന്നത്? This principle state that expense of a business of an accounting period are matched with the income of that period in order to ascertain profit or loss. എന്താ പറയുന്നത്? Expense of a business are matched with the income of that business on a particular period. ഒരു ബിസിനസിന്റെ അതാത് ഫിനാൻഷ്യൽ ഇയറിലെ അതാത് പീരീഡിലെ അതാത് കാലയളവിലെ ബിസിനസിന്റെ എക്സ്പെൻസും ഇൻകവും അഥവാ ഇൻകവും എക്സ്പെൻസും നമ്മൾ മാച്ച് ചെയ്യുക, കമ്പയർ ചെയ്യുക. എന്തിനാണ് ഒരു ബിസിനസിന്റെ ഇൻകവും എക്സ്പെൻസും വരുമാനവും ചെലവും നമ്മൾ കമ്പയർ ചെയ്യുന്നത്, താരതമ്യം ചെയ്യുന്നത്? എന്ത് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്? അതാ മീനിങ്ങിന്റെ
അവസാനം പറയുന്നുണ്ട് എന്താണ്? ടു അസർട്ടൈൻ പ്രോഫിറ്റ് ഓർ ലോസ്. ഒരു ബിസിനസ്സിന് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ, ലാഭമാണോ നഷ്ടമാണോ ഉണ്ടായതെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബിസിനസിന്റെ അതാത് പീരിയഡിലെ ഇൻകവും എക്സ്പെൻസും നമ്മൾ മാച്ച് ചെയ്യുന്നത്. എക്സ്പെൻസിനേക്കാൾ കൂടുതൽ ഇൻകം കിട്ടുമ്പോൾ നമുക്ക് പ്രോഫിറ്റും, ഇൻകത്തിനേക്കാൾ കൂടുതൽ എക്സ്പെൻസ് ഉണ്ടാകുമ്പോൾ നമുക്ക് ലോസും ആണ് കിട്ടുന്നത്. പ്രോഫിറ്റ് കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്താ? പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു ഇൻകം മൈനസ് എക്സ്പെൻസ്. ഇൻകത്തിൽ നിന്ന് എക്സ്പെൻസ് മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? പ്രോഫിറ്റ് കിട്ടും. അപ്പൊ മാച്ചിങ് കൺസെപ്റ്റിൽ എന്താ പറയുന്നത്? മാച്ച് ചെയ്യുക. പേര് പോലെ തന്നെ ഒരു ബിസിനസിന്റെ ഇൻകവും എക്സ്പെൻസും നമ്മൾ മാച്ച് ചെയ്യുക, കമ്പയർ ചെയ്യുക, താരതമ്യം ചെയ്യുക, ഒത്തുനോക്കുക. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ബിസിനസിന്റെ പർട്ടിക്കുലർ പീരീഡ്, നിശ്ചിത കാലയളവിലെ ബിസിനസിന്റെ ഇൻകവും എക്സ്പെൻസും നമ്മൾ മാച്ച് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? കമ്പയർ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? പ്രോഫിറ്റ് ആണോ ലോസ് ആണോ, ബിസിനസിന് ലാഭമാണോ നഷ്ടമാണോ ഉണ്ടായതെന്ന് കാണാം. അതാണ് മാച്ചിങ് കൺസെപ്റ്റിൽ പറയുന്നത്. ക്ലിയർ അല്ലേ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. ഞാൻ അങ്ങനെ മാച്ചിങ് കൺസെപ്റ്റ് എന്താണെന്ന് പഠിച്ചതിന് ശേഷം പിന്നീട് പഠിക്കാനുള്ള വളരെ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസെപ്റ്റാണ് കൺസർവേറ്റിസം കൺസെപ്റ്റ്, അഥവാ പ്രുഡൻസ് എന്ന പേരിലും ഈ ഒരു കൺസെപ്റ്റ് അറിയപ്പെടും. കൺസർവേറ്റിസം കൺസെപ്റ്റ്. എന്താണ് കൺസർവേറ്റിസം കൺസെപ്റ്റിൽ പറയുന്നത്? ദിസ് കൺസെപ്റ്റ് വാസ് ആൾസോ നോൺ ആസ് പ്രുഡൻസ്. കൺസർവേറ്റിസം കൺസെപ്റ്റിനെ തന്നെ നമ്മൾ പ്രുഡൻസ് എന്ന പേരിലും അറിയപ്പെടും. അപ്പൊ കൺസർവേറ്റിസം കൺസെപ്റ്റ് എന്ന് പറഞ്ഞാലും പ്രുഡൻസ് എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണെന്ന് മനസ്സിലാക്കുക. This principle state that anticipated profit are not to be considered, but only possible loss, anticipated loss, while recording business transaction. എന്ന് പറഞ്ഞാൽ എന്താ? This principle state that anticipated profit are not to be considered. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. But only possible loss, anticipated loss, while recording ബിസിനസ് ട്രാൻസാക്ഷൻ. എന്ന് പറഞ്ഞാൽ എന്താ? അക്കൗണ്ടിങ്ങിൽ നമ്മൾ എന്ത് മാത്രമേ റെക്കോർഡ് ചെയ്യുന്നു? രണ്ട് ടേം ആണ് നിങ്ങൾ ഇവിടെ പഠിച്ചു വെക്കേണ്ടത്. ആന്റിസിപ്പേറ്റഡ് പ്രോഫിറ്റും ആന്റിസിപ്പേറ്റഡ് ലോസും. എന്താ ആന്റിസിപ്പേറ്റഡ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ? ഭാവിയിൽ നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള ലാഭം. എന്താ ആന്റിസിപ്പേറ്റഡ് ലോസ് എന്ന് പറഞ്ഞാൽ? ഭാവിയിൽ നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള നഷ്ടം. അക്കൗണ്ടിങ്ങിൽ നമ്മൾ എന്ത് മാത്രമേ റെക്കോർഡ് ചെയ്യേണ്ടതുള്ളൂ? ആന്റിസിപ്പേറ്റഡ് ലോസ് മാത്രമേ നമുക്ക് അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ലോസ് അത് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ ആന്റിസിപ്പേറ്റഡ് പ്രോഫിറ്റ്, ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ലാഭം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റത്തില്ല. ദിസ് ഈസ് ദ പോളിസി ഓഫ് പ്ലേയിങ് സേഫ്. ഇതിനെ നമ്മൾ പോളിസി ഓഫ് പ്ലേയിങ് സേഫ് എന്ന പേരിലും അറിയപ്പെടും. ഫോർ എക്സാമ്പിൾ, എനിക്കൊരു ടെക്സ്റ്റൈൽ ഷോപ്പ് ഉണ്ടെന്ന് വിചാരിച്ചോളൂ. എല്ലാ ഓണത്തിനും ഒരു 20 ലക്ഷം രൂപയുടെ സെയിൽസ് ഉണ്ടാവാറുണ്ടെന്ന് വിചാരിച്ചോളൂ. അപ്പൊ ഞാൻ ഇനി വരാൻ പോകുന്ന ഓണത്തിനും 20 ലക്ഷം രൂപയുടെ സെയിൽസ് ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് എനിക്ക് ഇപ്പൊ തന്നെ, ഓണം വരുന്നതിന് മുൻപ് തന്നെ ഇപ്പൊ തന്നെ 20 ലാക്ക് എന്ന് പറഞ്ഞിട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അത് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ആന്റിസിപ്പേറ്റഡ് പ്രോഫിറ്റ് ആയി. ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു പ്രോഫിറ്റ് റെക്കോർഡ് ചെയ്തു എന്നർത്ഥം വരും. അങ്ങനെ ആന്റിസിപ്പേറ്റഡ് പ്രോഫിറ്റ് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. എന്നാൽ ആന്റിസിപ്പേറ്റഡ് ലോസ്, ഭാവിയിൽ നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള ലോസ് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അക്കൗണ്ടിങ്ങിൽ ബുക്ക് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്. പ്രൊവിഷൻ ഈസ് മെയ്ഡ് ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ് എഗൈൻസ്റ്റ് കറന്റ് ഇയർ പ്രോഫിറ്റ്. എന്താ ഈ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ? ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെപ്റ്റേഴ്സ് പഠിച്ചിട്ടുണ്ട് അല്ലെ? കഴിഞ്ഞ യൂണിറ്റിൽ ആരാ ഡെപ്റ്റേഴ്സ് എന്ന് പഠിച്ചു? ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാ? നമ്മുടെ ബിസിനസ്സിലോട്ട് ഇങ്ങോട്ട് ക്യാഷ് തരാനുള്ളവരെയാണ് നമ്മൾ എന്ത് പറയാ? ഡെപ്റ്റേഴ്സ് എന്ന് പറയാ. അപ്പൊ നമ്മുടെ ബിസിനസ്സിലോട്ട് ഇങ്ങോട്ട് ക്യാഷ് തരാനുള്ള ആൾക്കാരുടെ ഇന്ന് നമുക്ക് ക്യാഷ് മുഴുവനും കിട്ടിക്കൊള്ളുന്നുണ്ടോ? ഇല്ല. അപ്പോ നമുക്ക് ചിലപ്പോ കിട്ടാം, ചിലപ്പോ കിട്ടാതിരിക്കാം എന്ന് വിചാരിക്കുന്ന ഒരു തുകയെ വിളിക്കുന്ന പേരാണെന്ത്? സൺട്രി ഡെപ്റ്റേഴ്സിൽ നിന്നും നമുക്ക് ചിലപ്പോ കിട്ടാം, ചിലപ്പോ കിട്ടാതിരിക്കാം എന്ന് പ്രതീക്ഷിക്കുന്ന ഒരു തുകയെ വിളിക്കുന്ന പേരാണെന്ത്? പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ്. അതൊരു ആന്റിസിപ്പേറ്റഡ് ലോസ് ആണ്, ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു ലോസ് ആണ്. അത് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ ആന്റിസിപ്പേറ്റഡ് ലോസ് നമുക്ക് അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്യാം, എന്നാൽ ആന്റിസിപ്പേറ്റഡ് പ്രോഫിറ്റ് നമുക്ക് അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആണ് ഇത് കൺസർവേറ്റിസം കൺസെപ്റ്റ് അഥവാ പ്രുഡൻസ് കൺസെപ്റ്റ്. ക്ലിയർ അല്ലേ? അപ്പൊ കൺസർവേറ്റിസം കൺസെപ്റ്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി കൺസർവേറ്റിസം കൺസെപ്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പഠിക്കേണ്ട മറ്റൊരു കൺസെപ്റ്റ് ആണ് എന്ത്? കൺസിസ്റ്റൻസി കൺസെപ്റ്റ്. എന്താ കൺസിസ്റ്റൻസി എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം? നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന വാക്കല്ല മക്കളെ. എന്താ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം? സ്ഥിരത എന്നാണ്. എന്താണ് കൺസിസ്റ്റൻസി കൺസെപ്റ്റിൽ പറയുന്നത്? നമുക്ക് നോക്കാം. ദ അക്കൗണ്ടിംഗ് പ്രാക്ടീസ് ഷുഡ് ബി റിമെയിൻ ദ സെയിം ഫ്രം ഇയർ ടു അനദർ, ഫ്രം വൺ ഇയർ ടു അനദർ. അതായത് അക്കൗണ്ടിങ്ങിൽ ഒരേ കാര്യം കണ്ടെത്താൻ ഒന്നിലധികം മെത്തേഡുകൾ ഉണ്ട്. അക്കൗണ്ടിങ്ങിൽ ഒരേ കാര്യം കണ്ടെത്താൻ ഒന്നിലധികം മെത്തേഡ് ഉണ്ട്.
ഫോർ എക്സാമ്പിൾ ഡിപ്രീസിയേഷൻ കണ്ടെത്താൻ തന്നെ ഫിക്സഡ് അസറ്റുകൾക്ക് എത്രത്തോളം തേയ്മാനം സംഭവിച്ചു ഡിപ്രീഷിയേറ്റ് ചെയ്തു എന്ന് കണ്ടെത്താനായി 2 മെത്തേഡ് ഉണ്ട്. ഏതൊക്കെയാണ്? വി ക്യാൻ യൂസ് സ്ട്രൈറ്റ് ലൈൻ ഓർ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് ഫോർ ചാർജിങ് ഡിപ്രീസിയേഷൻ ടു ഫിക്സഡ് അസറ്റ്. ഫിക്സഡ് അസറ്റുകൾക്ക് ഡിപ്രീസിയേഷൻ ഈടാക്കാനായി നമുക്ക് സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് ഉപയോഗിക്കാം. ഇഫ് ഡിപ്രീസിയേഷൻ ഇസ് ചാർജ്ഡ് അക്കോർഡിംഗ് ടു ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ്, സ്ട്രൈറ്റ് ലൈൻ മെത്തേഡിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ്. ഇറ്റ് ഷുഡ് ബി ഡൺ ഇയർ ആഫ്റ്റർ ഇയർ. നമ്മൾ ഡിപ്രീസിയേഷൻ കണ്ടെത്താനായി 2 മെത്തേഡ് ഉണ്ടെന്ന് പറഞ്ഞു, സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ് അതുപോലെ തന്നെ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ്. സ്ട്രൈറ്റ് ലൈൻ മെത്തേഡിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ്. ഇത് നമ്മൾ സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ് ആണ് അഥവാ ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ് ആണ് ഡിപ്രീസിയേഷൻ കണ്ടെത്താനായി ഉപയോഗിക്കുന്നതെങ്കിൽ ബിസിനസ് ക്ലോസ് ഡൗൺ ചെയ്യുന്നവരെ നമ്മൾ എന്ത് ചെയ്യണം? ഈ സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ് തന്നെ ഉപയോഗിക്കണം. അപ്പൊ അങ്ങനെ നമുക്ക് ഒരേ കാര്യം കണ്ടെത്താൻ ഒന്നിലധികം മെത്തേഡുകളുണ്ട്. ഒന്നിലധികം മെത്തേഡുകൾ അവൈലബിൾ ആയിട്ടുണ്ടാവുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? മെത്തേഡുകൾ മാറ്റി കളിക്കാൻ പാടില്ല. ഏത് മെത്തേഡാണോ നമ്മൾ ഉപയോഗിക്കുന്നത് ആ മെത്തേഡ് തന്നെ പിന്നീട് വരുന്ന വർഷങ്ങളിലും നമ്മൾ ഉപയോഗിക്കണം എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ് ഇത്, ഈ ഒരു കൺസിസ്റ്റൻസി കൺസെപ്റ്റ്. ആ പേര് പോലെ തന്നെ. ക്ലിയർ അല്ലേ മക്കളെ? അപ്പോ കൺസിസ്റ്റൻസി കൺസെപ്റ്റ് നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് കൺസിസ്റ്റൻസി കഴിഞ്ഞാൽ പിന്നെ ടൈംലിനെസ്. എന്താണ് ടൈംലിനെസ് എന്ന് പറയുന്ന കൺസെപ്റ്റിൽ പറയുന്നത്? നമുക്ക് നോക്കാം. എന്താ പറയുന്നത്? ടൈംലിനെസിന്റെ മലയാളം സമയോപാധിയോടുകൂടി അഥവാ കൃത്യസമയത്ത് എന്നാണ് ടൈംലിനെസിന്റെ മലയാളം. സമയോപാധിയോടുകൂടി അഥവാ കൃത്യസമയത്ത്. അക്കൗണ്ടിങ് ഇൻഫർമേഷൻ is in the form of financial statement can be useful to end users only when it is made available to them in time. അതിൽ ഈ ഒരു മീനിങ്ങിൽ ഒരു വാക്ക് പറയുന്നുണ്ട്. എന്താണ്? എൻഡ് യൂസേഴ്സ്. ആരെ എൻഡ് യൂസേഴ്സ്? എൻഡ് യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ ബിസിനസിന്റെ സാമ്പത്തിക വിവരങ്ങൾ ആർക്കൊക്കെയാണോ അറിയാൻ താല്പര്യമുള്ളത് അവരെയാണ് നമ്മൾ എൻഡ് യൂസേഴ്സ് എന്ന് പറയാം. ആരൊക്കെയാണ്? ഇന്റേണൽ യൂസേഴ്സിനും എക്സ്റ്റേണൽ യൂസേഴ്സിനും. അവർക്ക് ഒരു ബിസിനസിന്റെ ഫിനാൻഷ്യൽ റിസൾട്ടും ഫിനാൻഷ്യൽ പൊസിഷനും അറിയാൻ താല്പര്യം ഉണ്ടായിരിക്കും. അവർക്ക് എന്ത് ചെയ്യണം? കൃത്യസമയത്ത് ബിസിനസിന്റെ ഫിനാൻഷ്യൽ റിസൾട്ടും ഫിനാൻഷ്യൽ പൊസിഷനും എത്തിച്ചു കൊടുക്കണം. അപ്പോഴേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ടൈമിൽ കറക്റ്റ് ഡിസിഷൻസ്, ശരിയായ തീരുമാനങ്ങൾ അറ്റ് റൈറ്റ് ടൈം, കൃത്യസമയത്ത് അവർക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആർക്കൊക്കെയാണോ ഒരു ബിസിനസിന്റെ ഫിനാൻഷ്യൽ റിസൾട്ടും ഫിനാൻഷ്യൽ പൊസിഷനും അറിയാൻ താല്പര്യമുള്ളത് അവർക്ക് ആ ഫിനാൻഷ്യൽ റിസൾട്ടും ഫിനാൻഷ്യൽ പൊസിഷനും കൃത്യസമയത്ത് എത്തിച്ചു കൊടുക്കുക എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ് ഇത്, ടൈംലിനെസ് കൺസെപ്റ്റ്. ക്ലിയർ അല്ലേ? ഞാൻ അങ്ങനെ ടൈംലിനെസ് പഠിച്ചതിന് ശേഷം പിന്നീട് നമുക്ക് പഠിക്കാനുള്ള മറ്റൊരു കൺസെപ്റ്റ് എന്തായിരുന്നു? സബ്സ്റ്റൻസ് ഓവർ ലീഗൽ ഫോം. സബ്സ്റ്റൻസ് എന്ന് പറയുന്ന വാക്കിന് ഇവിടെ ലോജിക് എന്നാണ് അർത്ഥം. ലോജിക്. ലീഗൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, നിയമം. സബ്സ്റ്റൻസ് ഓവർ ലീഗൽ ഫോം എന്ന് പറഞ്ഞാൽ അപ്പൊ എന്താണ്? അക്കൗണ്ടിങ്ങിൽ ലീഗലിനേക്കാൾ, നിയമത്തിനേക്കാൾ, ലീഗാലിറ്റിയേക്കാൾ കൂടുതൽ ലോജിക്കിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അക്കൗണ്ടിങ്ങിൽ ലീഗാലിറ്റി, നിയമത്തിനേക്കാൾ കൂടുതൽ അക്കൗണ്ടിങ്ങിൽ എന്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്? ലോജിക്കിനാണ്. ഇനി ഈ കൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലായിക്കോളും. ആസ് പെർ ദിസ് പ്രിൻസിപ്പിൾ, transaction and events are recorded in the book of accounts and presented in the financial statement accordance with their substance, not legality. As per this principle, transaction and events are recorded in the book of accounts and presented in the financial statement in accordance with their substance and not legality. അതായത് അക്കൗണ്ടിങ്ങിൽ നമ്മൾ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ഇൻകം സ്റ്റേറ്റ്മെന്റിലും ബാലൻസ് ഷീറ്റിലൊക്കെ നമ്മൾ ഫിനാൻഷ്യൽ ഡാറ്റ ഒക്കെ പ്രസന്റ് ചെയ്യേണ്ടത്, ഒരു ബിസിനസിന്റെ സാമ്പത്തിക വിവരങ്ങളൊക്കെ പ്രസന്റ് ചെയ്യേണ്ടത് ലീഗാലിറ്റി, നിയമത്തിന്റെ അടിസ്ഥാനത്തിലല്ല, സബ്സ്റ്റൻസിലാണ്, നമ്മൾ ലോജിക്ക് അടിസ്ഥാനത്തിലാണ് നമ്മൾ പ്രസന്റ് ചെയ്യുക. ഞാനൊരു എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഒരു കോൺസെപ്റ്റ്, സബ്സ്റ്റൻസ് ഓവർ ലീഗൽ ഫോം എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കാനായി ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മളൊരു 10 ലക്ഷം രൂപയുടെ 10 lakh rupeesന്റെ ഒരു 10 ലക്ഷം രൂപയുടെ ഒരു മെഷീനറി മേടിച്ചു എന്ന് വിചാരിച്ചോളൂ. 10 ലക്ഷം രൂപയുടെ ഒരു മെഷീനറി മേടിച്ചു. 10 ലക്ഷം രൂപയുടെ മെഷീനറി നമ്മൾ ഹയർ പർച്ചേസ് സിസ്റ്റം പ്രകാരമാണ്, ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണ് മേടിക്കുന്നതെന്ന് വിചാരിച്ചോളൂ. ഹയർ പർച്ചേസ് സിസ്റ്റം പ്രകാരം. ഹയർ പർച്ചേസ് സിസ്റ്റം ഇൻസ്റ്റാൾമെന്റ് സിസ്റ്റം ചെറിയൊരു വ്യത്യാസമുണ്ട്. ഹയർ പർച്ചേസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ, ഇൻസ്റ്റാൾമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ തവണകളായിട്ട് നമ്മൾ പൈസ കൊടുത്തിട്ട് ഉൽപ്പന്നം മേടിക്കുക, പ്രൊഡക്റ്റ് മേടിക്കുക, അസറ്റ് മേടിക്കുക, അതാണ് ഇൻസ്റ്റാൾമെന്റ് സിസ്റ്റം. ഹയർ പർച്ചേസ് സിസ്റ്റം ഇൻസ്റ്റാൾമെന്റ് സിസ്റ്റം തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ, ഇൻസ്റ്റാൾമെന്റ് സിസ്റ്റത്തിൽ നമ്മൾ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാലും ആ അസറ്റ് നമ്മുടേതാണെന്ന് നമുക്ക് പറയാം.
പക്ഷേ ഹയർ പർച്ചേസ് ഇഷ്ടപ്രകാരമാണ് നമ്മൾ ഒരു അസറ്റ് മേടിക്കുന്നതെങ്കിൽ ആ അസറ്റ് നമ്മുടേതാണെന്ന് നമുക്ക് എപ്പോഴാണ് പറയാൻ പറ്റുക? ആ അസറ്റിന്റെ ഫുൾ പേയ്മെന്റ് നമ്മൾ കൊടുത്തതിന് ശേഷം. ഞാൻ ഹയർ പർച്ചേസ് ഇഷ്ടപ്രകാരം ഒരു 10 lakh rupeesന്റെ വാല്യൂ ഉള്ള ഒരു മിഷനറി മേടിച്ചു എന്ന് വിചാരിച്ചോളൂ. ഞാനൊരു മിഷനറി മേടിച്ചു എന്ന് വിചാരിച്ചോളൂ. ഞാൻ ഒരു മിഷനറി മേടിച്ചു. ഞാൻ ഫുൾ പേയ്മെന്റ് കൊടുക്കുന്നില്ല. ഡൗൺ പേയ്മെന്റ് ആയിട്ട് ഞാനൊരു 1 lakh rupees, 1 ലക്ഷം രൂപ ഞാൻ കൊടുത്തു. ഡൗൺ പേയ്മെന്റ് ആയിട്ട് 1 lakh rupees കൊടുത്തു. ഇനി എത്ര രൂപയാണ്? 10 lakh rupeesന്റെ മെഷീനറി ആണ് മേടിച്ചത്. ഡൗൺ പേയ്മെന്റ് ആയിട്ട് ഞാൻ 1 ലക്ഷം രൂപ കൊടുത്തു. ഇനി ബാക്കി ഞാൻ എത്രയാണ് കൊടുക്കാനുള്ളത്? 9 lakh rupees ആണ് അല്ലെ? 9 ലക്ഷം രൂപ ഇനി ഞാൻ ആ കമ്പനിക്ക് തന്നെ തിരിച്ചു കൊടുക്കാനുണ്ട്. ഞാൻ എല്ലാ മാസവും ഓരോ ലക്ഷം രൂപയാണ് ഞാൻ കൊടുക്കുന്നതെന്ന് വിചാരിച്ചോളൂ. ഇൻസ്റ്റാൾമെന്റ് ആയിട്ട്, തവണകളായിട്ട്, ഗഡുക്കളായിട്ട് 9 ലക്ഷമാണ് ഇനി കൊടുക്കാനുള്ളത്. 10 ലക്ഷം രൂപയുടെ മിഷനറി മേടിച്ചു, അതിൽ 1 ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് ആയിട്ട് കൊടുത്തു. ഇനി ബാക്കി നമ്മൾ കൊടുക്കാനുള്ളത് 9 lakh ആണ്. ഈ 9 lakh നമ്മൾ എന്താ ചെയ്യുന്നത്? ഗഡുക്കളായിട്ടാണ്, തവണകളായിട്ടാണ്, ഓരോ മാസവും ഓരോ ലക്ഷം രൂപ ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ഈ ഒരു മിഷനറി ഹയർ പർച്ചേസ് സിസ്റ്റം പ്രകാരം നമ്മുടേതാണെന്ന് നമുക്ക് എപ്പോഴാണ് പറയാൻ പറ്റുക? നമ്മുടെ ബിസിനസിന്റേതാണെന്ന് നമുക്ക് നിയമപരമായി എപ്പോഴാണ് പറയാൻ പറ്റുക? ഇനിയും നമ്മൾ ബാക്കിയുള്ള 9 ലക്ഷം, ഈ 9 lakh rupees നമ്മൾ എന്നാണോ ഫുൾ പേയ്മെന്റ് കൊടുക്കുന്നത് അന്നേ നമുക്ക് നമ്മുടേതാണെന്ന് ഇത് പറയാൻ പറ്റുള്ളൂ. അതായത് 9 മാസത്തിന് ശേഷം, 9ാം മാസത്തിലാണ് നമ്മൾ ഈ ഒരു മിഷനറി 10 ലക്ഷം രൂപയുടെ മിഷനറി നമ്മുടെ ബുക്ക് ഓഫ് അക്കൗണ്ട്സിൽ നമ്മുടെ ബിസിനസിന്റെ ആണെന്ന് നമുക്ക് നിയമപരമായിട്ട് എന്നേ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. ആ 9 ലക്ഷം എപ്പോഴാണ് നമ്മൾ കൊടുത്തു തീർക്കുന്നത്, അതായത് 9 മാസത്തിന് ശേഷം നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ നിയമപരമായിട്ട് ലീഗലിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അങ്ങനെ റെക്കോർഡ് ചെയ്യാൻ പറ്റും. പക്ഷേ അക്കൗണ്ടിങ്ങിൽ ലീഗലിനല്ല, നിയമത്തിനല്ല, ലോജിക്കിനാണ്, പൊരുളിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. 10 ലക്ഷം രൂപ, 10 lakh rupees മുഴുവൻ കൊടുത്തോ ഇല്ലയോ എന്ന് അക്കൗണ്ടിങ്ങിൽ നോക്കണ്ട. 10 ലക്ഷം രൂപയുടെ 10 lakh rupeesന്റെ വാല്യൂ ഉള്ള ഒരു അസറ്റ്, ഒരു പ്രൊഡക്റ്റ് നമ്മുടെ ബിസിനസ്സിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് അന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റെക്കോർഡ് ചെയ്യാൻ പറ്റും. അപ്പോ അതാണ് പറയുന്നത്, അക്കൗണ്ടിങ്ങിൽ ലീഗലിനല്ല, നിയമത്തിനല്ല, ലോജിക്കിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. സബ്സ്റ്റൻസിനാണ് അക്കൗണ്ടിങ്ങിൽ പ്രാധാന്യം കൊടുക്കുന്നത് എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ് ഇത്, സബ്സ്റ്റൻസ് ഓവർ ലീഗൽ ഫോം. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പോ സബ്സ്റ്റൻസ് ഓവർ ലീഗൽ ഫോം എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മൾ നോക്കി. ഇനി അടുത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ എന്താണ്? 2 കോൺസെപ്റ്റും കൂടിയാണ് ബാക്കിയുള്ളത്. പ്രാക്ടീസ് ഇൻ ഇൻഡസ്ട്രി, വെരിഫയബിലിറ്റി ഓർ ഒബ്ജക്ടിവിറ്റി. എന്താണ് ആദ്യം നമുക്ക് എന്താണ് പ്രാക്ടീസ് ഇൻ ഇൻഡസ്ട്രി? എന്താണ് പ്രാക്ടീസ് ഇൻ ഇൻഡസ്ട്രിയിൽ പറയുന്നത്? നോക്കാം. The practice and method prevailing in a particular industry has to be kept in mind while preparing, while recording and presenting accounting information. This facilitates inter-firm comparison of accounting information to end users. അതായത് ഒരുപാട് ബിസിനസ് വ്യത്യസ്ത തരത്തിൽ, പ്രധാനമായും 3 തരത്തിലുള്ള ടൈപ്പ് ഓഫ് ബിസിനസ് ആണുള്ളത്. ട്രേഡിംഗ് കൺസേൺ. ട്രേഡിംഗ് കൺസേൺ എന്ന് പറഞ്ഞാൽ എന്താ? പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നു, ആ പർച്ചേസ് ചെയ്ത പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുന്നു. സൂപ്പർ മാർക്കറ്റും ടെക്സ്റ്റൈൽ ഷോപ്പും ഒക്കെ ട്രേഡിംഗ് കൺസേൺ എക്സാമ്പിൾ ആണ്. രണ്ടാമത്തത് മാനുഫാക്ചറിംഗ് കൺസേൺ. മാനുഫാക്ചറിംഗ് കൺസേൺ എന്താ ചെയ്യുന്നത്? റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നു, ആ പർച്ചേസ് ചെയ്ത റോ മെറ്റീരിയൽസ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് പ്രൊഡക്റ്റ് ആക്കിയിട്ട് കസ്റ്റമർക്ക് സെയിൽ ചെയ്യുന്നു. അതാണ് മാനുഫാക്ചറിംഗ് ഫേം. ഇനി സർവീസ് എൻറ്റിറ്റി, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഹോസ്പിറ്റൽസ് ഒക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? സർവീസ് എൻറ്റിറ്റിക്ക് എക്സാമ്പിൾ ആണ്. അപ്പൊ ഇവിടെ ഈ ട്രേഡിംഗ് കൺസേൺ എങ്ങനെയാണോ ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുന്നത്, അതുപോലെ തന്നെ ആയിരിക്കണം ബാക്കിയുള്ള ട്രേഡിംഗ് കൺസേണും തയ്യാറാക്കാൻ. ഫോർ എക്സാമ്പിൾ, XYZ എന്ന് പറയുന്ന ടെക്സ്റ്റൈൽ ഷോപ്പ് ട്രേഡിംഗ് കൺസേൺ ആണല്ലോ. ആ ടെക്സ്റ്റൈൽ ഷോപ്പ് എങ്ങനെയാണോ ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുന്നത്, അതുപോലെ തന്നെയാണ് ABC എന്ന് പറയുന്ന ടെക്സ്റ്റൈൽ ഷോപ്പും ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് അഥവാ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കേണ്ടത്. അപ്പോഴേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? എൻഡ് യൂസേഴ്സിന് ഇന്റർഫേം കമ്പാരിസൺ, മറ്റുള്ള ഫേമുകൾ വെച്ചിട്ട് അവരുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസും ഫിനാൻഷ്യൽ ഡാറ്റയും കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, എക്സ് എന്ന് പറയുന്ന ബാങ്ക് എങ്ങനെയാണോ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കിയത്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കിയത്, അതുപോലെ തന്നെ ആയിരിക്കണം Y എന്ന് പറയുന്ന ബാങ്കും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കേണ്ടത്. അപ്പോൾ ഒരേ ഇൻഡസ്ട്രി ഷുഡ് ഫോളോ ദ സെയിം പ്രാക്ടീസ് ആൻഡ് മെത്തേഡ്സ് ഓഫ് പ്രസന്റിംഗ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഒരേ രീതിയിലായിരിക്കണം ഒരേ ഇൻഡസ്ട്രികൾ തയ്യാറാക്കേണ്ടത് എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ് ഇത് പ്രാക്ടീസ് ഇൻ ഇൻഡസ്ട്രി. ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെ. പ്രാക്ടീസ് ഇൻ ഇൻഡസ്ട്രി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് വെരിഫയബിലിറ്റി ഓർ ഒബ്ജക്ടിവിറ്റി കൺസെപ്റ്റ് ആണ്. ഇറ്റ് വാസ് ആൾസോ നോൺ ആസ് ഒബ്ജക്റ്റീവ് എവിഡൻസ് കൺസെപ്റ്റ്.
ഈ വെരിഫയബിലിറ്റി അഥവാ ഒബ്ജക്ടിവിറ്റി കൺസെപ്റ്റിനെ തന്നെ നമ്മൾ ഒബ്ജക്റ്റീവ് എവിഡൻസ് കൺസെപ്റ്റ് എന്ന പേരിലും അറിയപ്പെടും. It expressed that entries in the accounting records and data in the financial statement must be capable of verification supported by some objective evidence. ഈ verifiability or objectivity or objective evidence concept എന്താ പറയുന്നത്? അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്യുന്ന നമ്മുടെ ബിസിനസിന്റെ ബുക്ക് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യുന്ന എല്ലാ ട്രാൻസാക്ഷനുകൾക്കും ആ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നതിന് ആവശ്യമായി വേണ്ട ഒരു സപ്പോർട്ടിംഗ് എവിഡൻസ്, ഒരു സോഴ്സ് ഡോക്യുമെന്റ് നമ്മുടെ കൈവശം ഉണ്ടായിരിക്കണം. അക്കൗണ്ടിങ്ങിൽ നമ്മൾ അഥവാ ബിസിനസിന്റെ ബുക്ക് ഓഫ് അക്കൗണ്ട്സിൽ എന്തൊരു ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുമ്പോഴും ആ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നതിന് ആവശ്യമായ ഒരു എവിഡൻസ്, ഒരു രേഖ നമ്മുടെ കൈവശം ഉണ്ടായിരിക്കണം. അതിനെ നമ്മൾ വൗച്ചേഴ്സ് അഥവാ സോഴ്സ് ഡോക്യുമെന്റ് എന്ന് പറയുമെന്ന് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതാണ്. ഏതൊക്കെയാണ്? ബില്ല്, ഇൻവോയ്സ്, സ്റ്റേറ്റ്മെന്റ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തു, ഒരു ഉൽപ്പന്നം മേടിച്ചു. പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തു എന്നുള്ളതിന്റെ എവിഡൻസ് എന്താ? നമ്മൾ പർച്ചേസ് ചെയ്തപ്പോൾ കിട്ടിയ ബില്ല്. നമ്മൾ ബാങ്കിലേക്ക് കുറച്ച് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്തു. ബാങ്കിലേക്ക് കുറച്ച് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്തു എന്നുള്ളതിന്റെ എവിഡൻസ് എന്താണ്? ബാങ്കിൽ നിന്ന് നമ്മൾ ബാങ്കിലേക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയ റെസിപ്റ്റ്, സ്ലിപ്പ്. നമ്മൾ ഒരാൾക്ക് ക്യാഷ് കൊടുത്തു, ആ ക്യാഷ് കൊടുത്തതിന്റെ എവിഡൻസ് എന്താ? നമുക്ക് കിട്ടിയ റെസിപ്റ്റ്. അപ്പൊ ഇത്തരത്തിലുള്ള ബില്ല്, ഇൻവോയ്സ്, സ്റ്റേറ്റ്മെന്റ്, അതുപോലെ തന്നെ റെസിപ്റ്റ്, അതൊക്കെ സ്ലിപ്പ്, അതൊക്കെ എന്തിന് എക്സാമ്പിളാ? അക്കൗണ്ടിങ്ങിൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നതിന് ആവശ്യമായി വരുന്ന സോഴ്സ് ഡോക്യുമെന്റുകൾക്ക് അഥവാ വൗച്ചേഴ്സിന് എക്സാമ്പിൾ ആണ്, തെളിവുകൾക്ക് എക്സാമ്പിൾ ആണ്. അങ്ങനെ അക്കൗണ്ടിങ്ങിൽ ഏതൊരു ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന സമയത്തും ആ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു എവിഡൻസ്, സപ്പോർട്ടിംഗ് എവിഡൻസ്, ഒരു സോഴ്സ് ഡോക്യുമെന്റ് നമ്മുടെ കൈവശം ഉണ്ടായിരിക്കണം എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ് ഇത്, വെരിഫയബിലിറ്റി ഓർ ഒബ്ജക്റ്റ്. സോ ഇപ്പൊ നമ്മൾ ഈ ഒരു ഗ്യാപ്പ് എന്ന് പറയുന്ന കോൺസെപ്റ്റിലുള്ള കൺസെപ്റ്റുകളെ പറ്റി പഠിച്ചത് ഏതൊക്കെയാണ്? ആദ്യം നമ്മൾ എന്താണ് ഗ്യാപ്പ് എന്ന് നോക്കി. ഗ്യാപ്പിന്റെ ഫുൾ ഫോം എന്തായിരുന്നു? ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾ. പിന്നീട് നമ്മൾ ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് എന്താ നോക്കി, ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്, മണി മെഷർമെന്റ് കൺസെപ്റ്റ്, അക്കൗണ്ടിംഗ് പീരീഡ് കൺസെപ്റ്റ്, റവന്യൂ റിയലൈസേഷൻ കൺസെപ്റ്റ്, ഫുൾ ഡിസ്ക്ലോഷർ കൺസെപ്റ്റ്, ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കൺസെപ്റ്റ്, മെറ്റീരിയാലിറ്റി കൺസെപ്റ്റ്, ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റ് അഥവാ ഡ്യുവലിറ്റി കൺസെപ്റ്റ്, മാച്ചിങ് കൺസെപ്റ്റ്, കൺസർവേറ്റിസം കൺസെപ്റ്റ്, കൺസിസ്റ്റൻസി കൺസെപ്റ്റ്, ടൈംലിനെസ്, സബ്സ്റ്റൻസ് ഓവർ ലീഗൽ ഫോം, പ്രാക്ടീസ് ഇൻ ഇൻഡസ്ട്രി, വെരിഫയബിലിറ്റി ഓർ ഒബ്ജക്ടിവിറ്റി. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചത്. അടുത്തൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു സോ മച്ച്.